നമസ്കാരം, അനുജസ് ടീച്ചിങ് ആസ്പിരൻസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡിസ്കഷൻ ക്ലാസ് ആണ്. ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ജോയിൻ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാനാണ്. സമയത്ത് ജോയിൻ ചെയ്യാൻ ഞാൻ തരുന്ന സമയത്തേക്കാൾ കുറച്ചുകൂടി ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാവരും ആ റെക്കോർഡ് ഞാൻ ഓൺ ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കും ജോയിൻ ചെയ്തിരിക്കാനാണ്. എങ്കിലും ടീച്ചർ ഇന്ന സമയത്തല്ലേ വന്നേ, ഞങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞ് വരാം എന്നുള്ള മനോഭാവത്തിലാണ് എല്ലാവരും ജോയിൻ ചെയ്യുന്നത്. റെക്കോർഡ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ സൗണ്ട് വന്നുകൊണ്ടേയിരിക്കും ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അതിനി ഉണ്ടാവാതിരിക്കാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര സമയമില്ലാത്തവരാണെങ്കിൽ ലിങ്ക് വരുമ്പോഴേ ജസ്റ്റ് കയറിയ ശേഷം അങ്ങ് ലെഫ്റ്റ് ആവുക. അത് എങ്കിലും നേരത്തെ ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് ചോദിച്ച ചോദ്യങ്ങൾ, അതിന്റെ നിങ്ങളുടെ ഉത്തരം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. കൈനസ്തെറ്റിക് ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. ലേണേഴ്സ് എന്താണ് എന്ന്. അപ്പം ആരാണ് മറുപടി പറയുക? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്, ലേണേഴ്സിനെ കുറിച്ചൊക്കെ പഠന രീതികളെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചതാണ്. ആരുമില്ല, അറിയുന്ന ആരുമില്ല. പറഞ്ഞു. ശരിയാണെന്ന് അറിയില്ല, ഞാൻ നോക്കട്ടെ. നമുക്കറിയാം, നമ്മളെ മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ ഹൊബാർട്ട് ഗാർഡനറുടെ 7 രീതിയിലാണ് നമ്മള് കഴിവ് അനുസരിച്ചാണ് പഠനം നമ്മൾ സ്വീകരിക്കുന്നത്. അതായത് ദൃശ്യസ്ഥലപര ബുദ്ധിയുണ്ട്, ഭാഷാപര ബുദ്ധിയുണ്ട്, കൈനസ്തെറ്റിക് ഉണ്ട്, അതുപോലെ ആന്തരിക പഠനമുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. കൈനസ്റ്റിക് പഠനം എന്ന് പറഞ്ഞാൽ നമ്മളെ ചലനങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു പഠന രീതിയാണ്. അത് നമുക്ക് ക്ലാസ് മുറിയിലായാല് ടീച്ചർ ഞാൻ പറയുന്നത് ശരിയാണോ? പറഞ്ഞു ടീച്ചർ പറഞ്ഞു പൂർത്തിയാക്കിയിട്ട് അറിയാൻ പറ്റും. അതായത് നമ്മുടെ ക്ലാസ് മുറിയില് വെറും വാചികമല്ലാതെ നമ്മുടെ മൂവ്മെന്റ്സ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കുന്ന കുട്ടികളുണ്ടാവും. ഡാൻസുകളിലൂടെ ആശയങ്ങൾ അവതരിപ്പിക്കുന്നവരുണ്ടാവും, റോൾ പ്ലേയിലും നാടകത്തിലൂടെയൊക്കെ അവതരിപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത്തരം മൂവ്മെന്റ്സിലൂടെ അവതരിപ്പിക്കുമ്പോൾ അത്തരം ലേണേഴ്സിന് കുറച്ചുകൂടി ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇതാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, ഇനി തസ്ലിമ ടീച്ചറും കൂടി മൈക്ക് ഓൺ ചെയ്തിരുന്നു. ടീച്ചറും കൂടി പറഞ്ഞു. ടീച്ചറെ, പഠന ശൈലി അനുസരിച്ച് കുട്ടികളെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. കണ്ടു പഠിക്കുന്നവര്, കേട്ടു പഠിക്കുന്നവര്, ചെയ്തു പഠിക്കുന്നവര്. അതില് ചെയ്തു പഠിക്കുന്ന കുട്ടികളെയാണ് കൈനസ്തെറ്റിക് ലേണേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇത്തരം കുട്ടികൾക്ക് ക്ലാസ്സിൽ അവർക്ക് പ്രവർത്തിച്ച് പഠിക്കാനായിരിക്കും താല്പര്യം. അപ്പം ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ട് ടീച്ചർക്ക് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കൈനസ്തെറ്റിക് ലേണേഴ്സ് എന്നാൽ എന്താ, അവരെന്താണ്, കുട്ടികളെ എങ്ങനെ കണ്ടെത്താം എന്നൊക്കെ ഉൾപ്പെടുത്തി പറഞ്ഞോ, കുഴപ്പമില്ല. ചെയ്തു പഠിക്കുന്നവരാണ് കൈനസ്തെറ്റിക് ലേണേഴ്സ് എന്ന് പറയുന്നത്. ഇവർക്ക് കൂടുതലും പ്രവർത്തിച്ച് പഠിക്കാനായിരിക്കും താല്പര്യം. അപ്പൊ അത്തരം കുട്ടികൾക്ക് ഈ പരീക്ഷണങ്ങളിലൂടെയും അതുപോലെ ആക്ടിവിറ്റീസിലൂടെയും മാക്സിമം ചെയ്തു പഠിക്കാനുള്ള അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതെന്താ ബാക്കിയുള്ളവർക്ക് ഓർത്തെടുക്കാൻ പറ്റാനെ? ആദ്യ ടീച്ചർ പറഞ്ഞതിലേക്ക് വരാം. അത് ശരിയാണ്. ഈ തസ്ലീമ ടീച്ചർ പറഞ്ഞതുപോലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ടീച്ചർ പറഞ്ഞതും കൂടി കണക്ട് ചെയ്യുമ്പോൾ ആ ഉത്തരം പൂർണ്ണമാവും, ഇല്ലേ ആദ്യ ടീച്ചറെ? അതെ. പഠന രീതി, ഓരോ കുട്ടിയുടെയും പഠന രീതി വ്യത്യസ്തമാണ്. അപ്പം പിന്നെ ചില കുട്ടികൾ ചെയ്തു പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതുപോലെ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട്. ബഹുമുഖ ബുദ്ധി പ്രകാരം അവരെ നമുക്ക് പ്രവർത്തനാധിഷ്ഠിത ബുദ്ധി, എന്തായാലും ശാരീരിക ചലനപരമായ ബുദ്ധി കൂടിയ കുട്ടികളുണ്ട്. ഇത്തരം കുട്ടികളുടെ പഠന രീതി പ്രവർത്തനാധിഷ്ഠിതമായിരിക്കും. അങ്ങനെയുള്ള ലേണേഴ്സിനെ നമുക്ക് കൈനസ്തെറ്റിക് ലേണേഴ്സ് എന്ന് പറയാം. പ്രവർത്തിച്ചു പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവരെന്ന് മലയാളത്തിൽ പറയാം. അപ്പോ ഇത്തരം കുട്ടികൾക്ക് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ അത്തരം കുട്ടികൾക്ക് വേണ്ടി എപ്പോഴും ടീച്ചർ ചെയ്യേണ്ടത് അവർ എൻഗേജ്ഡ് ആയിരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക, ചെയ്തു പഠിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അല്ലേ? എന്താ ടെൻഷനാണോ എല്ലാവർക്കും? ഡേറ്റ് പുതുതായിട്ട് വന്നവർക്കൊക്കെ നല്ല സ്മാർട്ടായി മറുപടി പറയുന്നവരാരും മിണ്ടിയില്ല. ഞാനിത് നിങ്ങൾ പറയുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ ചോദ്യം കൊണ്ടുവന്നത്. അപ്പൊ അത് എനിക്ക് തന്നെ പണിയായോ?
അതെ ടീച്ചറെ, എല്ലാരും ശാരീരിക ചാലകം അത് അങ്ങനെയാ പഠിച്ചത്. കൈനസ്തെറ്റിക് വേർഡ് കേൾക്കുന്നവരോ എല്ലാവർക്കും. അതുകൊണ്ട് അത് തന്നെ ഞാൻ ചോദിച്ചത്, ആ ലേണർ എന്നുള്ള രീതിയിലേ അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്തിട്ടത് കാരണം അത് തന്നെ ചോദിച്ചതാണ്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്ത് പറയും എന്നറിയാൻ വേണ്ടി. അടുത്ത ചോദ്യം, ഒരു 10-12 ചോദ്യത്തിന്റെ ഒരു സെറ്റാണ് ഞാൻ ഈ ചോദിക്കുന്നത്. അതില് എല്ലാ ചോദ്യവും ഒരു 2 ഒഴികെ, അത് 2 ഒഴികെ പറയാനും പറ്റില്ല, അത് നമുക്ക് വഴിയെ നോക്കാം. ബാക്കി എല്ലാം നമ്മൾ ഒട്ടുമിക്കത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഞാൻ കരുതി നിങ്ങളോട് ചോദിക്കാൻ, നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ആവുമല്ലോ, നമ്മളെല്ലാം നോക്കിയതാണ്, വെറുതെ ടെൻഷൻ അടിക്കണ്ടല്ലോ എന്ന് കരുതിയാണ്. ഇപ്പൊ മിണ്ടുന്നില്ല ആളുകൾ. രണ്ടാമത്തെ ചോദ്യം ഫീൽഡ് ട്രിപ്പ് ആയിരുന്നു. ഞാനും ഇതൊരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണ്. ഫീൽഡ് ട്രിപ്പ് ഇതിനെ നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു? അധ്യാപനത്തിൽ നിങ്ങൾ അത് എങ്ങനെ പ്രയോജനപ്പെടുത്തും, എങ്ങനെ നടത്തും? ഇതെല്ലാം കൂടി ചേർത്ത് ഞാനൊരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആയിട്ട് അങ്ങോട്ട് തരികയാണ്. മറുപടി പറഞ്ഞു. ആരെയും വിളിക്കുന്നില്ല, ആവശ്യക്കാര് പെട്ടെന്ന് മറുപടി പറയാം. മൈക്ക് ഓൺ ചെയ്യുന്നവരെ എനിക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ടീച്ചറെ, അമ്പിളി ടീച്ചർ പറഞ്ഞു. ടീച്ചറെ, ഫീൽഡ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ചുരുങ്ങിയൊരു സമയം കൊണ്ട് ഒരു ചെലവ് കുറഞ്ഞ രീതിയിൽ നമ്മളൊരു സ്കൂളിന്റെ അകത്ത് തന്നെയോ അല്ലെ സ്കൂളിന്റെ അടുത്തുമായിട്ട് നമ്മുടെ ഒരു പഠന വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു ലഘു സന്ദർശനമായിട്ട് ഫീൽഡ് ട്രിപ്പിനെ പറയാം. അത് ചിലപ്പോൾ നമുക്ക് ഒരു ലക്ഷ്യം മാത്രമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അനേക കാര്യങ്ങളൊന്നും ഇത്രയധികം ഒന്നും പഠിക്കാനുണ്ടാവില്ല. ചെറിയൊരു കാര്യം നമ്മൾ കുട്ടികളെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫീൽഡ് ട്രിപ്പ് നടത്തുന്നത്. അത് ഇപ്പൊ നമുക്ക് സ്കൂൾ എക്സാമ്പിൾ ജൈവവൈവിധ്യ ഉദ്യാനം നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ നമുക്കൊരു കൃഷിത്തോട്ടം ഉണ്ടെങ്കിൽ അത് കുട്ടികളെ കാണിച്ചു കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു ആവാസ വ്യവസ്ഥയെ കുറിച്ച് പഠിക്കുന്നതിന് ഒരു കുളം കാണിച്ചു കൊടുക്കുന്ന രീതിയാകാം. ഇതൊക്കെ നമുക്കൊരു ഫീൽഡ് ട്രിപ്പായിട്ട് കണക്കാക്കാം. ഇതിന് നമ്മൾ മുന്നൊരുക്കം പ്ലാനിങ് ഉണ്ടായിരിക്കണം. ടീച്ചർ എവിടെയാണ് കൊണ്ടുപോകേണ്ടത്, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികൾ അതിനെ കുറിച്ച് അറിയേണ്ടതെന്നൊക്കെ ഉള്ളതും പിന്നെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം ആദ്യം. പിന്നെ വന്നതിന് ശേഷം അവരെന്തൊക്കെയാണ് കണ്ടതെന്ന് എന്തൊക്കെ മനസ്സിലാക്കിയെന്ന് അവരോട് ചോദിച്ചറിയുകയും അതിനെ ഒരു ചെറിയൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്യാം. അതാണ് എനിക്കൊരു അതിനെക്കുറിച്ച് അറിയാവുന്നത്. ആദ്യത്തെ കുറച്ചു നേരം പറഞ്ഞതെല്ലാം ഒരൊറ്റ പോയിന്റിൽ തന്നെ ചുറ്റിപ്പറ്റി നിന്നുകൊണ്ടാണ്. അതായത് അടുത്തുള്ള പ്രദേശങ്ങളിൽ അതിന്റെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ അതിനെ വലിച്ചു നീട്ടി സംസാരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞ ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഓക്കെ, ഏറ്റവും അടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് ഒരു ഹ്രസ്വ യാത്രയാണത്. കുറച്ച് സമയം കൊണ്ട് ഏറ്റവും പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് അങ്ങോട്ടേക്ക് കുട്ടികൾ പോയി അപ്പൊ പഠനാനുഭവങ്ങൾ പിന്നെ വേണ്ടിയിട്ടായിരിക്കും പോകുന്നത്. അത്തരം ട്രിപ്പുകളിൽ പിന്നീട് നമ്മൾ പറയേണ്ടത് എന്താണ് ഫീൽഡ് ട്രിപ്പ് എന്നുള്ളത് ഇത്രയും വാക്കുകളിൽ തന്നെ അതിനകത്തുണ്ട്. അത് പിന്നെ കുളമ്പുഴ പിന്നെ ജൈവവൈവിധ്യ ഉദ്യാനം എന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടി പോകരുത്. അല്ലാതെ നമ്മൾ പിന്നെ അടുത്ത കാര്യത്തിലേക്ക് കടക്കണം. എങ്ങനെ നടത്തും, എന്തൊക്കെ ആസൂത്രണം വേണം, ഫീൽഡ് ട്രിപ്പ് എങ്ങനെയാണ് സംഘടിപ്പിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിലൂടെ ഉണ്ടാകുന്ന നേട്ടം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി പറയണ്ടേ? ഓക്കെ, ഇനി അടുത്ത ആള്. ഒരാൾക്കും കൂടി ഞാൻ പറയുന്നത് കേൾക്കാം? അശ്വതി കേൾക്കാം. എനിക്കെന്തോ സൗണ്ട് വളരെ കുറവാ, അതുകൊണ്ടാ ചോദിച്ചത്. അശ്വതി പറയുന്നത് കേൾക്കാം. അവിടെ നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും. ഓഡിയോ കൂട്ടി വെച്ച് നോക്കുക, ഹെഡ്സെറ്റ് ഒക്കെ യൂസ് ചെയ്ത് നോക്കാം. ഒരു പഠന ലക്ഷ്യം മാത്രം മുൻനിർത്തിയുള്ള ട്രിപ്പുകളാണ് ഫീൽഡ് ട്രിപ്പുകൾ എന്ന് പറയുന്നത്. ഇത് കുട്ടിയുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കാം. ഫീൽഡ് ട്രിപ്പിന് പോകുന്നതിന് മുമ്പ് തന്നെ കുട്ടികളോട് ഈ ട്രിപ്പിന്റെ ലക്ഷ്യത്തെ പറ്റി ഒരു വിവരണം അധ്യാപിക നൽകിയിരിക്കണം. ഫീൽഡ് ട്രിപ്പ് തയ്യാറാക്കുന്നതിന് മുമ്പ് അധ്യാപിക ആദ്യമേ അവിടെ ഒരു പൈലറ്റ് വിസിറ്റിംഗ് നടത്തിയിരിക്കണം. ആ സ്ഥലം കുട്ടികൾക്ക് സുരക്ഷിതമാണോ, കുട്ടികൾക്ക് പോകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടോ എന്നെല്ലാം ആദ്യമേ അധ്യാപിക അവിടെ പോയി വിസിറ്റിംഗ് നടത്തിയിരിക്കണം. അതിനുശേഷം അധ്യാപിക പ്രഥമ അധ്യാപകനോടും കുട്ടികളുടെ രക്ഷകർത്താക്കളോടും അതിന്റെ സമ്മതപത്രം വാങ്ങിയിരിക്കണം. അതിനുശേഷം മാത്രമേ ഫീൽഡ് ട്രിപ്പ് ആസൂത്രണം ചെയ്യാവൂ. ഇതിനുശേഷം ഫീൽഡ് ട്രിപ്പിന് ശേഷം തിരിച്ചു വന്ന് കുട്ടികൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടോ, നിരീക്ഷിക്കുന്നുണ്ടോ എന്ന് തന്നെ അവിടെ CCE അവിടെ നടത്തിയിരിക്കണം അധ്യാപിക. അതിനുശേഷം തിരിച്ചു വന്ന് അധ്യാപിക കുട്ടികളോട് അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കുവാനും അതിന്റെ അവതരണം നടത്തുകയും ചെയ്യണം. ചോദ്യാവലി വിട്ടുപോയി, അനുവാദം വിട്ടുപോയി. പോകുന്ന സ്ഥലത്തിന്റെ അനുവാദം ഒക്കെ ഇതൊക്കെ നമ്മൾ നേരത്തെ ഇതുപോലെ ചിട്ടയായി പറഞ്ഞതാണ്, ഒരുപാട് തവണ കേട്ടതാണ്, എന്നിട്ട് വിട്ടുപോയി. അത് ഓർത്ത് വെച്ചോണം.
അതായത് ഇനി ദിവ്യ ടീച്ചർ ഒന്ന് പറഞ്ഞോ. ടീച്ചറെ പോകുന്നതിന് മുന്നേ അധ്യാപിക കൃത്യമായിട്ട് ആ ഫീൽഡ് ട്രിപ്പ് കൊണ്ടുപോകുന്ന സ്ഥലത്തെ പറ്റി കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ഈ പറഞ്ഞതുപോലെ തന്നെ പ്രഥമാധ്യാപകന്റെ പെർമിഷൻ എടുത്തിരിക്കണം, അതുപോലെ തന്നെ മാതാപിതാക്കളുടെ പെർമിഷൻ എടുത്തിരിക്കണം. ചെലവ് കുറഞ്ഞ രീതിയിൽ നടത്താൻ പറ്റുകയാണെങ്കിൽ അത്രയും നന്നായി നടത്തുക. പിന്നെ പിന്നീട് ഓർമ്മ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ അതിന് വരുന്ന എക്സ്പെൻസ് താങ്ങാൻ പറ്റാത്ത കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ PTA സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഫണ്ട് ഉൾക്കൊള്ളിച്ചിട്ട് നടത്തുകയും ചെയ്യുക. അപ്പോഴീ പറഞ്ഞ പോയിന്റുകളൊന്നും വന്നില്ലല്ലോ. പിന്നെ പറഞ്ഞ പോയിന്റ് ഏതായിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്തില്ല. ഓക്കെ, എന്റെ മുമ്പേ വന്ന ആള് പറഞ്ഞു സർ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ലെന്നാണോ? പ്രിയ ടീച്ചർ പറഞ്ഞോ. ഫീൽഡ് ട്രിപ്പ് പ്രവർത്തിച്ച് പഠിക്കുക എന്നുള്ള നമ്മുടെ KCF 2023 ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് തന്നെയാണ്. വാതിൽത്തുറ പഠന സാധ്യതകളിലേക്കാണ് ഇത് വെളിച്ചം വീശുന്നത്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കണ്ടുപഠിക്കുക, അനുഭവിച്ച് പഠിക്കുക, ഇതൊക്കെയാണ് ഫീൽഡ് ട്രിപ്പിന്റെ ലക്ഷ്യം. ഇനി പല ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കുകയില്ല, ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതും ചെലവ് കുറഞ്ഞ രീതിയിൽ നടത്തപ്പെടണം. ഇതിനു മുന്നേ ഫീൽഡ് ട്രിപ്പ് നടത്തുന്നതിന് മുന്നേ തന്നെ HMൽ നിന്നും കുട്ടികളുടെ രക്ഷിതാക്കളിൽ നിന്നും അധ്യാപിക സമ്മതപത്രം വാങ്ങിയിരിക്കണം. ഇനി പോകുന്ന സ്ഥലത്തെ കുറിച്ച് അധ്യാപികയ്ക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. കുട്ടികളുടെ സേഫ്റ്റി പ്രിക്കോഷൻസ് വളരെ കർശനമായി നോക്കിയിരിക്കണം. ഇതിനു മുന്നേ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നിരീക്ഷിക്കേണ്ടത് എന്നുള്ള ഒരു ഇത് കുട്ടികൾക്ക് മുന്നേ കൊടുത്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ആ ഒരു സൈറ്റിൽ വെച്ച് കുട്ടികൾ ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ടോ എന്ന് ടീച്ചറുടെ ഒരു അസസ്മെന്റ് ടീച്ചർക്ക് നടത്താം. അതിനുശേഷം തുടർന്ന് വന്ന് കുട്ടികളിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് ആവശ്യപ്പെടാം. ഇത്രയൊക്കെയാണ് ഫീൽഡ് ട്രിപ്പിനെ കുറിച്ച് എനിക്കറിയാവുന്നത്. ഓക്കെ, എന്നാ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന്. ഞാനും വിട്ടുപോകാൻ സാധ്യതയുണ്ടെങ്കിലും ഫീൽഡ് ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒന്നാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പോയി ചെന്ന് തിരികെ വരാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഫീൽഡ് ട്രിപ്പിന് വേണ്ടി തിരഞ്ഞെടുക്കാറ്. അത് പഠന ലക്ഷ്യം മുൻനിർത്തി തന്നെയാണ് ആ പ്രദേശം നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, ആ സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഒരു ഫീൽഡ് ട്രിപ്പ് ആസൂത്രണം ചെയ്യുമ്പോൾ തന്നെ അധ്യാപിക പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ അനുവാദം വാങ്ങുകയും അവിടെ ഒരു പൈലറ്റ് വിസിറ്റ്, അധ്യാപകരടങ്ങുന്ന സംഘം പോയി ഒരു പൈലറ്റ് വിസിറ്റ് നടത്തുകയും ഒക്കെ വേണം. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ ഈ പറയുന്ന പ്രവർത്തനങ്ങൾ, ബാക്കി കാര്യങ്ങൾ പറയേണ്ടത്. അപ്പൊ ഞാൻ ഈ പൈലറ്റ് വിസിറ്റിന്റെ പ്രാധാന്യം പറയാനാണ് ഇതങ്ങ് പറഞ്ഞത്. അതായത് നമ്മൾ ഒരു പ്രദേശം തിരഞ്ഞെടുത്തു കഴിഞ്ഞ് നമ്മൾ കുട്ടികളോടൊപ്പം അല്ല അവിടെ പോകേണ്ടത്. പൈലറ്റ് വിസിറ്റിന്റെ കാര്യം നമ്മൾ കൃത്യമായി പറയണം. പൈലറ്റ് വിസിറ്റിൽ ആരൊക്കെ വേണം എന്ന് നമുക്ക് തീരുമാനിക്കാം. HMനോട് അനുവാദം ചോദിക്കണം, അല്ലെ? ഇപ്പൊ HM വേണം, HMനോട് കൂടെ വരാൻ ആവശ്യപ്പെടാൻ അവർക്ക് സൗകര്യമുണ്ടെങ്കിൽ വരട്ടെ. പിന്നെ SRG ഉണ്ടല്ലോ, SRG കൂടി നമ്മൾ തീരുമാനങ്ങൾ എടുക്കും. വില്ലിംഗ് ആയിട്ടുള്ള അധ്യാപകരെ തിരഞ്ഞെടുക്കാം. SMC ഉണ്ട്, SMC പ്രാദേശികമായിട്ടുള്ളതാണ്, അല്ലെ? സ്കൂളുമായി ബന്ധപ്പെട്ട് സ്കൂളിന്റെ ഉന്നമനത്തിന് താല്പര്യമുള്ളവരാണല്ലോ SMCയിലുള്ളത്. അപ്പൊ അവരിൽ നമ്മൾ ഈ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനവുമായി ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സേവനം നമുക്ക് ഉറപ്പാക്കാം. അങ്ങനെ ആണ് നമ്മൾ ഒരു സ്ഥലം തിരഞ്ഞെടുക്കേണ്ടത്. അവിടെ ചെന്നാൽ അവിടുത്തെ ഫോർമാലിറ്റീസ് ഒക്കെ നമ്മൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. അവരോട് സംസാരിക്കണം, അവരുടെ സൗകര്യത്തിന് സമയം ഫിക്സ് ചെയ്യണം, അല്ലെ? ഇതൊക്കെ നമ്മൾ അതിന്റെ പിന്നാമ്പുറമായിട്ട് ചെയ്യേണ്ടതാണ്. ഇനി എങ്ങനെയാ നമ്മൾ ഇത് അടുക്കി പറയുക? ആദ്യം നമ്മൾ വേണ്ടത് ഇതൊന്നും അല്ല, ആവശ്യബോധം സൃഷ്ടിക്കലായിരുന്നു. ആരും പറഞ്ഞില്ലല്ലോ? ഉണ്ടോ? പറഞ്ഞോ? ഇല്ല. ആദ്യം ഒരു ഫീൽഡ് ട്രിപ്പിന്റെ ആവശ്യമുണ്ട് എന്ന ബോധം കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കലാണ് ആദ്യം വേണ്ടത്. അതിനു വേണ്ട ചോദ്യങ്ങൾ ചോദിച്ച് കുട്ടിയുടെ ഉള്ളിൽ അസന്തുലിതാവസ്ഥ സൃഷ്ടിച്ച് നേരിട്ട് പോയി ഈ അനുഭവം കിട്ടിയാൽ കൊള്ളാമെന്ന ചിന്ത കുട്ടിയിൽ ആദ്യം ഉണ്ടാക്കിയെടുക്കണം. അതിനുശേഷം ഫീൽഡ് ട്രിപ്പിനെ കുറിച്ച് നമുക്ക് ബാക്കി പ്ലാനിങ്ങിലേക്ക് കടക്കണം. HMന്റെ അനുവാദമാണ് ആദ്യം വേണ്ടത്. HMനെ അറിയിക്കണം. ഫീൽഡ് ട്രിപ്പ് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഏത് എന്ന് HM അറിഞ്ഞിരിക്കണം. പിന്നീട് അത് SRGയിൽ അവതരിപ്പിക്കണം. SRGയിൽ മറ്റ് അധ്യാപകരുടെ സപ്പോർട്ട് നമ്മൾ അതിന് നേടിയെടുക്കണം. അവരുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച ശേഷം
ഒരു പൈലറ്റ് വിസിറ്റ് സംഘടിപ്പിക്കുകയാണ് അടുത്തതായി ചെയ്യേണ്ടത്. അതിൽ ആരൊക്കെ വേണമെന്ന് SRGയിൽ തന്നെ തീരുമാനമെടുക്കണം. പിന്നെ പൈലറ്റ് വിസിറ്റിൽ SRG കൂടി എടുക്കുന്ന പൈലറ്റ് വിസിറ്റിൽ നമ്മൾ സ്കൂൾ സപ്പോർട്ട് ഗ്രൂപ്പ് SSDAയോ സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് അല്ല എന്താണ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അല്ലെ SMCയിലും ഒക്കെയുള്ള ആളുകളെ നമുക്ക് പ്രയോജനപ്പെടുത്താം. അതായത് ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ പ്രദേശവുമായി നല്ല ബന്ധമുള്ള ആളുകളായിരിക്കും. അങ്ങനെയുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിയാൽ ആ പ്രദേശത്തെ കുറിച്ചുള്ള ധാരണ അവർക്കുണ്ടാകും. അത് അപകടകരമായ അവസ്ഥയുള്ള സ്ഥലമാണോ അല്ലെങ്കിൽ പെട്ടെന്ന് എത്തിപ്പെടാനുള്ള സ്ഥലമാണോ തുടങ്ങിയ കാര്യങ്ങൾ പ്രദേശവാസികൾക്ക് വ്യക്തമായിട്ട് അറിയാമായിരിക്കും. അങ്ങനെ ഒരാളെ കൂടി പൈലറ്റ് വിസിറ്റിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞ് അധികൃതരുമായി സംസാരിച്ച് സമയവും ഡേറ്റും കുറിക്കുക. ശേഷം എല്ലാ ഭാഗങ്ങളും കൃത്യമായ രീതിയിൽ നിരീക്ഷിക്കുക. കുട്ടികൾക്ക് അനുയോജ്യമാണോ എന്ന് ഉറപ്പുവരുത്തുക. അപകട സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണ്ട പ്രിക്കോഷൻസ് എല്ലാം എടുത്തു വേണം കുട്ടികളെയും കൊണ്ട് ഫീൽഡ് ട്രിപ്പിലേക്ക് പോകാനായിട്ട്. ഫസ്റ്റ് എയ്ഡ് നിർബന്ധമായി കരുതണം. കുട്ടികൾക്ക് അനാരോഗ്യമായ അവസ്ഥകളൊക്കെ ഉള്ള കുട്ടികളുണ്ടെങ്കിൽ അതിന് വേണ്ട പ്രിക്കോഷൻസ് തീർച്ചയായും അധ്യാപകർ എടുത്തിരിക്കണം. ഫീൽഡ് ട്രിപ്പിന് പോകുന്നതിന് മുന്നോടിയായിട്ട് കുട്ടികളെ കൊണ്ട് രക്ഷിതാക്കളിൽ നിന്ന് സമ്മതപത്രം വാങ്ങിയിരിക്കണം. തങ്ങളുടെ കുട്ടികൾ ഈ സ്കൂളിൽ നിന്ന് ഇന്ന ദിവസം ഇന്ന സമയം പോകുന്ന ഫീൽഡ് ട്രിപ്പിൽ പങ്കെടുക്കുന്നതിന് വിരോധമില്ല എന്ന് എഴുതി വാങ്ങിയ ശേഷം മാത്രമേ കുട്ടികളെ കൊണ്ട് പോകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ പോയി കഴിഞ്ഞാൽ പാലിക്കേണ്ട നിയമങ്ങളെ കുറിച്ച് കുട്ടികളോട് ആദ്യമേ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. ഫീൽഡ് ട്രിപ്പിന് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന പഠന ലക്ഷ്യം നേടാനായിട്ട് അവർ തയ്യാറാക്കേണ്ട ചോദ്യാവലി ഗ്രൂപ്പായി തിരിഞ്ഞ് കൃത്യമായി തയ്യാറെടുക്കുകയും അവയിൽ നിന്ന് നല്ലത് ഉൾപ്പെടുത്തി ചോദ്യാവലി ഫോം ചെയ്യുകയും വേണം. ഇതിന് അധ്യാപികയുടെ കൈത്താങ്ങ് ആവശ്യമാണ്. അതിനുശേഷം ചോദ്യങ്ങൾ ആരൊക്കെ ചോദിക്കണം, എപ്പോൾ ചോദിക്കണം എന്ന കാര്യങ്ങൾ കൂടി പ്ലാൻ ചെയ്താൽ കുറച്ചുകൂടി ഓർഡർ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് കുട്ടികൾക്ക് ഇതിനുള്ള ഒരു മോക്ക് പ്രാക്ടീസ് ഒക്കെ കൊടുക്കാം. അതിനുശേഷം ഗ്രൂപ്പായിട്ട് എങ്ങനെ പെരുമാറണം എന്ന കാര്യമൊക്കെ പറഞ്ഞ ശേഷം കുട്ടികളെയും കൊണ്ട് ഫീൽഡ് ട്രിപ്പിന് നമുക്ക് പോകാം. പിന്നെ വേറെല്ലാം ഞാൻ പറഞ്ഞു എന്ന് കരുതുന്നു. എല്ലാം ആയില്ലേ? പോകുന്നത് വരെയുള്ള എല്ലാ കാര്യവും ആയില്ലേ? ഭക്ഷണവും ആരോഗ്യവും ഫസ്റ്റ് എയ്ഡും ഇതെല്ലാം കരുതുക. തിരിച്ചു വന്നു കഴിഞ്ഞ് കുട്ടികളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുള്ള അവസരം കൊടുക്കണം. കുട്ടികൾ നോട്ട് ചെയ്ത കാര്യങ്ങളെ ക്രോഡീകരിക്കണം. ഗ്രൂപ്പ് തല ചർച്ച നടത്തി അവർ ഉദ്ദേശിച്ച പഠന ലക്ഷ്യം അവർ കൈവരിച്ചു എന്ന് അധ്യാപിക ഉറപ്പുവരുത്തണം. കുട്ടികളെ കൊണ്ട് ഫീൽഡ് ട്രിപ്പിന്റെ അനുഭവക്കുറിപ്പും നമുക്ക് എഴുതിപ്പിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാകുമ്പോൾ ഫീൽഡ് ട്രിപ്പ് കഴിഞ്ഞു അല്ലെ? ഇത് നമുക്ക് അസംബ്ലിയിൽ പ്രസന്റ് ചെയ്യാൻ അവസരം കൊടുക്കാം. കുട്ടികളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. പ്രവർത്തിച്ചു പഠിക്കുന്നതിന്റെ സാധ്യതകൾ അപ്പൊ അധ്യാപികയ്ക്ക് മനസ്സിലാവും. ഇതിനൊക്കെ ശേഷം നമ്മുടെ മാനുവലിൽ റിഫ്ലക്ഷൻ ജേണലിലും ഒക്കെ നമ്മൾ ഇത് ഉൾപ്പെടുത്തണം അല്ലെ? തിരിച്ചു വന്ന് റിപ്പോർട്ട് എഴുതുന്നത് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റണം. ആദ്യം മുതൽ തന്നെ പ്രത്യേകിച്ച് ആവശ്യബോധം സൃഷ്ടിക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ഇതൊന്നും ഒരു പുസ്തകത്തിലും ഇല്ല. ഒരു പുസ്തകത്തിൽ ഈ ഒരു രീതിയിൽ ആവശ്യബോധം സൃഷ്ടിക്കണമെന്നൊന്നും എങ്ങും ഇല്ല. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ പലയിടത്തായി പഠിച്ചതിനെ നമ്മൾ അങ്ങ് നമ്മുടേതായ രീതിയിൽ നമ്മൾ യുക്തിപൂർവ്വം നമ്മൾ അങ്ങ് ഒന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങും ഉണ്ടാകണമെന്നില്ല. നമ്മൾ പലയിടത്ത് പഠിച്ചതിനെ നമ്മൾ അടുക്കി ചേർത്ത് നമ്മൾ അങ്ങ് സംസാരിക്കുന്നു. ഓക്കെ അല്ലേ? ഈ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. പിന്നെ നിലവിൽ നടക്കുന്ന പദ്ധതികളിൽ ഏറ്റവും നല്ലത് ഏത് എന്നൊക്കെ ചോദിച്ചപ്പോ പെട്ടെന്ന് ബ്ലാങ്ക് ആയി പോയിട്ട് വേറെ എന്തൊക്കെയോ പറഞ്ഞു. അവസ്ഥയൊക്കെ കേട്ടു. ഒരിക്കലും നമ്മൾ അങ്ങനെ ആകരുത്. നമ്മള് നല്ല പദ്ധതി എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ ഒരുപാട് നല്ല പദ്ധതികളുണ്ട്. അതിനേക്കാളൊക്കെ ഏറ്റവും മികച്ചിരിക്കുന്നത് ഏറ്റവും പ്രാധാന്യം ഈ വർഷം അർഹിക്കുന്നതും എന്തിനാണ്? സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിക്കല്ലേ? അതെ, സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിക്കാണ്. അത് നമ്മൾ മനസ്സിലാക്കി അതിന് അത് തന്നെ ആദ്യം എടുത്തു പറയണം. അതുപോലെ ചോദ്യങ്ങൾ വരുമ്പോൾ എവിടെയൊക്കെ ഇതൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം അതാത് സമയങ്ങളിൽ കൃത്യമായി കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റണം. ഒരാള് നമ്മളോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരമാണ് നമ്മൾ പറയേണ്ടത്. എങ്കിലും നമുക്കതിൽ യുക്തിപൂർവ്വം എന്തെങ്കിലും ഒരു അഡീഷണൽ പോയിന്റും കൂടി ഇട്ട് അടുത്ത ചോദ്യത്തിലേക്ക് നയിക്കാൻ പറ്റുമോ എന്ന് കോൺഷ്യസ് ആയി ചിന്തിച്ച് വേണം മറുപടി പറയാനായിട്ട്. ഇപ്പോ പിന്നെ ചതുർഭുജങ്ങളെ കുറിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യത്തെ കുറിച്ച് ഒരു ടീച്ചർ ഞങ്ങള് ഇന്നിപ്പോ ജാസ്മിൻ ടീച്ചറിന്റെ ഒക്കെ ഇന്റർവ്യൂ ആയിരുന്നു. ജാസ്മിൻ ടീച്ചർ ആയിരുന്നു എന്ന് തോന്നുന്നു. മൂക്ക് ഇന്റർവ്യൂ നടത്തിയപ്പോൾ ടീച്ചർ പാട്ടൊക്കെ പാടും. അപ്പൊ ടീച്ചറെ കൊണ്ട്
ഇതൊക്കെ പറയിപ്പിച്ചതാണ്. അപ്പോൾ ചതുർഭുജത്തിന്റെ പാട്ടൊക്കെ ഭംഗിയായി പാടി. ടീച്ചറിനോട് ചോദ്യം ചോദിച്ചത് ചതുർഭുജം എന്നാൽ എന്ത് എന്നാ. അപ്പൊ ടീച്ചറിന് അത് എന്ത് എന്ന് പറയാനേ പറ്റൂ. എന്നാലും വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ അറ്റത്ത് കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ, ചതുർഭുജം ഒന്നിച്ച് പഠിപ്പിക്കാതെ അത് കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഇവയൊക്കെ പാട്ടിലൂടെ നല്ല നമുക്ക് പഠിപ്പിക്കാനാകുമെന്നൊക്കെ അവരുടെ മുഖം നോക്കി, അവരുടെ തൃപ്തികരമാണ് അല്ലെങ്കിൽ അവർ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി നമുക്ക് ഇടാം കേട്ടോ. ഒന്നുകൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മളായിട്ട് ആ ക്വസ്റ്റ്യനെ ഒന്ന് തിരിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കണം. ഓക്കെ അല്ലേ? റജീന ടീച്ചറെ, ഇത് ശരിയാവത്തില്ല. സമയം പിന്നെ 48 7:48 ടീച്ചർ ഇവിടെ കയറി വന്നിട്ട് യാതൊരു ആവശ്യവും ഇല്ല. അത് ഇന്നല്ല, എന്നും ഇത് തന്നെയാണ് ചെയ്യുന്നത്. റെക്കോർഡ് ഇനി ഞാൻ തരത്തില്ല. ഇനി ഞാൻ മെയിൽ ഐ ഡി ആഡ് ചെയ്യത്തില്ല. വരാൻ പറ്റുമെങ്കിൽ വരിക, അല്ലെങ്കിൽ വരാതിരിക്കുക. ആദ്യം മുതലേ ഇതാണ് അവസ്ഥ. പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് പോകും. നിൻ ടീച്ചർ എന്താ ചോദിക്കാൻ വന്നു? ചോദിച്ചോടാ. ഇല്ല ടീച്ചർ, ഇല്ല, മനസ്സിലായെന്ന് പറഞ്ഞു. ആണോ? ടീച്ചറെ, ഞാൻ ടീച്ചറെ, പഠനയാത്രയില്ലേ, ഫീൽഡ് ട്രിപ്പ് അല്ലാണ്ട് പഠനയാത്ര നടത്തുമ്പോൾ കുറെ ലക്ഷ്യങ്ങളെ മുൻനിർത്തിയല്ലേ യാത്ര ചെയ്യുക. അപ്പോ ഒരു യൂട്യൂബിൽ എവിടെയാണെന്നും അറിയില്ല, എയുവിന്റെ കൂടെ സമ്മതം ചോദിക്കുന്നു കണ്ടു. അത് ശരിയാണോ? അത് ശരിയാണ് ടീച്ചറെ. എല്ലാത്തിനും എയുടെ കൺസെന്റ്, ഇപ്പം ഫീൽഡ് ട്രിപ്പിനാണെങ്കിൽ പോലും എയുടെ കൺസെന്റ് കൂടി വാങ്ങുന്നത് നല്ലതാണ്. എല്ലായിടത്തും ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്റെ അനുഭവം അങ്ങനെയാണ്. നമ്മൾ മുമ്പൊക്കെ അത് ചേർത്തിട്ടുണ്ട് അല്ലേ അശ്വതി? പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എയുടെ അനുവാദം വാങ്ങും. ഇപ്പൊ ഞാനത് വിട്ടു. അപ്പൊ ഈ പറഞ്ഞ പോലെ ഫീൽഡ് ട്രിപ്പ് എന്നല്ല, ഏതൊരു കാര്യവും എഒ ഓഫീസിൽ അറിയിക്കണം എന്നുണ്ട്. ഇപ്പൊ ഒരു HM വരുന്നില്ല, വെറുതെ ലീവ് എഴുതിയാൽ പോരാ, അവർ എഒ ഓഫീസിൽ അത് അറിയിക്കണം. അവരുടെ അധികാരി പിന്നീട് അവർക്ക് മുകളിലുള്ളത് എഒ ആണ് അല്ലെ. എല്ലായിടത്തും എല്ലായ്പ്പോഴും ചെയ്യുമെന്ന് അറിയില്ല. എന്താണ് ഈ പറയുന്ന പോലെ ഇൻസ്പെക്ഷനൊക്കെ വരുമ്പോഴാണ് അത് കണ്ടുപിടിക്കുന്നത്. അപ്പൊ പലരും ചിലപ്പം അറിയിക്കാതെയൊക്കെ ഇല്ലീഗലി ചെയ്യും. പക്ഷെ യഥാർത്ഥ വഴികൾ ഇതൊക്കെയാണ്, ഈ ഓഫീസിൽ അറിയിക്കണം. അല്ലാതെ ഇപ്പൊ നമ്മൾ ഈ പോകുന്ന വഴിക്ക് വണ്ടി എന്തെങ്കിലും സംഭവിച്ചു, അപകടങ്ങൾ സംഭവിച്ചു എന്നല്ല, ചെറിയ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും, ആ സമയം ഈ സ്കൂള് കുട്ടികളുമായി ഈ സ്കൂൾ ബസ് എങ്ങോട്ട് പോയി എന്നൊരു ചോദ്യം വന്നാൽ മറുപടി പറയണ്ടേ? അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് എല്ലാം കൃത്യമായിട്ട് അറിയിക്കണം എന്ന് പറയുന്നത്. ടീച്ചറെ, UP സ്കൂളും എയുവിന്റെ കീഴിൽ തന്നെയാണോ? അപ്പൊ അത് ഹൈസ്കൂളുകളിനോട് അറ്റാച്ച് ചെയ്ത UP ആണെങ്കിലും എഒ തന്നെയാണോ അതിന്റെ പരമാധികാരി? DO ആണെന്നാണ് ടീച്ചറെ എന്റെ ഒരു അറിവ് കേട്ടോ. ഞാൻ അങ്ങനെ അന്വേഷിച്ചിട്ടില്ല. DO ആണെന്നാണ് എന്റെ അറിവ്. അറിയുന്നവർക്ക് അത് പറയാമേ. ഞാനത് അന്വേഷിച്ച് പറയാം, എന്നെ ഓർമ്മിപ്പിച്ചാൽ മതിയേ. നമ്മുടെ അവിടെ ഈ ലിസ്റ്റ് വരുന്നത് DO ആണ്. ഞാൻ പോയെടുത്ത് എഒയെ കണ്ടിട്ടില്ല ഞാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്റെ കയ്യിൽ നിന്ന് പോയി, അതാണ് ഞാൻ നോക്കുന്നത്. അതുപോലെ ഇന്ന് കണ്ട വേറൊരു ക്വസ്റ്റ്യന് CPD എന്താണെന്ന് കണ്ടിരുന്നോ? കണ്ടിന്യൂസ് പ്രോഗ്രസീവ് ഡെവലപ്മെന്റ്. പ്രോഗ്രസീവ് ആണോ പ്രൊഫഷണൽ ആണോ? പ്രൊഫഷണൽ, കണ്ടിന്യൂസ് പ്രൊഫഷണൽ. നേരത്തെ അറിയായിരുന്നോ? ബിഎഡിനുണ്ടായിരുന്നു ടീച്ചർ. അതെ അല്ലേ. ഏത് വർഷമാ ബിഎഡ്? 2020. ഇതാണ്. എനിക്ക് എന്റെ മെമ്മറിയിൽ അങ്ങനെ ഒരു സാധനം ഇല്ലായിരുന്നു. അപ്പൊ ഇതിനകത്ത് കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് എന്നാണ് കേട്ടോ ഞാൻ കണ്ടെത്തിയത്. കണ്ടിന്യൂയിങ് എന്നാണ്. അതിനകത്താണ് ഇൻ സർവീസ്, പ്രീ സർവീസ്, ട്രെയിനിങ്ങിന്റെ കാര്യമൊക്കെ അതിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അതെ. CPD refers to the ongoing process by which teachers develop their skills, knowledge and expertise throughout their careers. അപ്പൊ അതിനകത്ത് നമ്മൾ ഇങ്ങനെ ഒരു ടേമായിട്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ. ഇനി എവിടെയെങ്കിലും ഡിസ്കസ് ചെയ്ത് പറഞ്ഞു വരുമ്പോൾ എനിക്ക് എവിടെയൊക്കെയോ പറഞ്ഞൊരു ഫീലും ഉണ്ട്. അതായത് ടീച്ചേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ്ങുകൾ ഇൻ സർവീസും പ്രീ സർവീസും ആയിട്ടുള്ള അല്ലെ, ഇവയെല്ലാം കൂടി ചേർത്ത് പറയുന്നതാണ് കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്.
ആ ടേമിൽ തന്നെ അതുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി വരുന്നു. അപ്പൊ അധ്യാപകർക്ക് തീർച്ചയായിട്ടും ട്രെയിനിങ് കൊടുക്കില്ലേ? കൊടുക്കില്ലേ? ഓരോ പദ്ധതി വരുമ്പോഴും ഓരോ മാറ്റങ്ങൾ വരുമ്പോഴും ഇപ്പൊ സമഗ്ര പ്ലസിന്റെ ഇത് കൊടുത്തോണ്ടിരിക്കുകയാണ്. സമഗ്ര പ്ലസിൽ മാനുവൽ എഴുതുന്നത് ഒരുപാട് പേര് അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിൽക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി പരിചയമുള്ളവർക്ക് നല്ല എളുപ്പമുള്ള ഒരു പരിപാടിയാണ് സമഗ്ര. പിന്നെ അതിന്റെ സമഗ്ര പ്ലസിന്റെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന്റെ പ്രധാന ഡ്രോബാക്ക് എനിക്ക് തോന്നിയത് മലയാളം ടൈപ്പ് ചെയ്യുന്നത്. മലയാളം ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് ഞാൻ മലയാളം അല്ലാത്തതുകൊണ്ട് അത് നോക്കിയിട്ടില്ല. അല്ലാതെ കീപാഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ടൈപ്പ് ചെയ്താൽ ചിഹ്നങ്ങളും അക്ഷരങ്ങളും എല്ലാം പോയിട്ടാണ് വരുന്നത്. നമുക്കറിയാലോ അത് ഒരു വലിയൊരു പ്രശ്നമാണ്. അതുപോലെ ഉറുദു, അറബിക്ക് അങ്ങനെയുള്ള ലാംഗ്വേജസിനൊക്കെ മാനുവൽസ് സമഗ്രയിലേക്ക് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതായത് ലേണിംഗ് ഔട്ട്കംസ് നമ്മൾ സമഗ്രയിൽ തന്നെ ടിക്ക് ചെയ്ത് കൊടുക്കണം, ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഇല്ല. അപ്പൊ അത് അതിലുണ്ടെങ്കിലേ നമുക്ക് മാനുവൽ എഴുതാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. വെറുതെ കേട്ട് പോകരുത്, നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കണം. ആരോടെങ്കിലും ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരോട്. ഇതിൽ സമഗ്ര പ്ലസ് യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഡെയിലി ആയിട്ടൊക്കെ പോകുന്നവരുണ്ടോ? ഡെയിലി ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടോ? ഇല്ലേ? ബുക്ക് റെഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട് ടീച്ചർ, അല്ലാണ്ട് യൂസ് ചെയ്യല്ല. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അതേ ഉള്ളൂ. മാനുവൽ ചെയ്യുന്ന ആരും, അപ്പം വർക്ക് ചെയ്യുന്ന ആരും ഇല്ലെന്ന് അർത്ഥം. അതോ എല്ലാരും എഴുതുവാണോ? ഇല്ല, ഞാൻ വർക്ക് ചെയ്യുന്നത്, പക്ഷേ സമഗ്ര പ്ലസ് ചെയ്തിട്ടില്ല, എഴുതുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മതിയെന്ന് പറഞ്ഞോ? ഒരു നമ്പർ പെൻ നമ്പർ അല്ല, TN നമ്പർ, അങ്ങനെ ഒരു നമ്പർ ഉണ്ട്. അപ്പൊ അത് ആയിട്ടില്ല. പെൻ നമ്പർ നമ്മൾ താൽക്കാലികമായി ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാ ഡെയിലി ആയിട്ടുള്ളവരും ചെയ്യണം എന്നാണ് കേട്ടോ. പിന്നീടൊരു എന്ത് വരുന്നാലേ എന്തായാലും നോക്കണം. അതൊക്കെ ഒരു അവസരമാണ്. പെൻ നമ്പരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് ചെയ്ത് നോക്കാനൊക്കെ, അതൊക്കെ ഒന്ന് പരിചയപ്പെട്ടിരിക്കാമായിരുന്നു. അല്ലാതെ നമുക്ക് വെറുതെ ആർക്കും പുറത്തുനിന്നുള്ള ആർക്കും അത് കയറാനും പറ്റത്തില്ല. ഓരോ സ്കൂളിനും ഓരോ സ്കൂൾ കോഡും HM അപ്രൂവ് ചെയ്യുന്നവർക്കേ അത് ചെയ്യാൻ പറ്റും. വീഡിയോസ് ഉണ്ട്, അതൊന്ന് കണ്ടേക്കണേ. ഞാൻ ഗ്രൂപ്പിൽ എങ്ങനെ ഷെയർ ചെയ്തിരുന്നോ സമഗ്രയിൽ എങ്ങനെയാണ് മാനുവൽ ചെയ്യുന്നതെന്നുള്ള വീഡിയോ? അല്ലെങ്കിൽ ഞാൻ തന്നെ എടുത്തൊരെണ്ണം ഇടാം. അപ്പൊ അതിനകത്ത് നമ്മളിങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ലേണിംഗ് ഔട്ട്കംസ് ടിക്ക് ചെയ്തെടുക്കാനുണ്ട്. അത് കഴിയുമ്പോൾ ആക്ടിവിറ്റീസ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ആക്ടിവിറ്റീസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് സമഗ്രയുടെ വലത് സൈഡിലായിട്ട് കുറെ വീഡിയോസും ഫോട്ടോസും ഒക്കെ വരും. ആ ഫോട്ടോസ് ഒക്കെ നമുക്ക് ക്ലിക്ക് ചെയ്ത് പിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റും. ആഡ് ചെയ്യാൻ പ്ലസ് ചിഹ്നം ഉണ്ട്, അതിൽ ആഡ് ചെയ്ത് നമുക്ക് അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട ഫോട്ടോസ് വീഡിയോസും ഒക്കെ അതിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്തു വെക്കുമ്പോൾ ഉള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ എന്താണ് ലേണിംഗ് എയ്ഡ് ആയിട്ടും ഈ സമഗ്രയിലുള്ള പിക്ചേഴ്സിനെ നമുക്ക് കാണിക്കാം. എല്ലാം ഓർഗനൈസ്ഡ് ആണ്. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സമഗ്രയിൽ കയറി നമുക്ക് പെട്ടെന്ന് കാണിച്ചു കൊടുക്കാൻ കുറേ കൂടി ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഈ എന്താ ആക്ടിവിറ്റി വരെ പറഞ്ഞു. ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് നമുക്ക് റെഫറൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെഫറൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവിടെ ആഡ് ചെയ്യാൻ പറ്റും. URL, അതായത് നമ്മൾ ഏതാണ് യൂട്യൂബിനകത്ത് ഏത് വീഡിയോസ് ആണ് എടുത്തത്, അല്ലെങ്കിൽ ഇതിന് പ്രയോജനപ്പെടുന്നത് ഈ പാഠവുമായി ബന്ധപ്പെട്ട് അതിന്റെ ലിങ്കുകൾ കോപ്പി പേസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ ഒരുപാട് അടുക്കും ചിട്ടയോടും കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ മുമ്പ് ഡിസ്കഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, മാനുവലിനകത്ത് വാല്യൂസ് ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിലും പലയിടത്തും വാല്യൂസ് മൂല്യങ്ങൾ ഉൾപ്പെടുത്താതെയാണ് മാനുവൽ എഴുതിയിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ഹൈസ്കൂളിൽ വർക്ക് ചെയ്തിട്ടുള്ളപ്പോഴും അവിടെ ഇതേ ചോദ്യം ഞാനും ചോദിച്ചിട്ടുണ്ട്, ഇത് എങ്ങനെയാണ് എന്നുള്ളത്. അവര് തരുന്ന മോഡലിലാണ് നമുക്ക് ട്രെയിനിങ് ഒന്നും വന്ന് കിട്ടിയിട്ടില്ല. അപ്പൊ ആ മോഡൽസിലൊന്നും വാല്യൂസ് കൊടുത്ത് കണ്ടിട്ടില്ല. പിന്നെ ഇപ്പൊ എന്തായാലും സമഗ്ര പ്ലസ് ആയപ്പോൾ അതിനകത്ത് വാല്യൂസ് ഓരോ പീരീഡിലും നമ്മൾ കൊടുക്കുന്ന ആ ടീച്ചിങ് മാനുവലിനകത്ത് എന്ത് മൂല്യമാണ് കുട്ടിക്ക് എത്തുന്നത് എന്നുള്ളത് വാല്യൂ എഴുതാനായിട്ടുള്ള കോളം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റിക്കും അസൈൻമെന്റ്, അത് കഴിഞ്ഞ് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റി, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ. അസൈൻമെന്റിൽ
അസസ്മെന്റിന് നമ്മൾ എന്തെങ്കിലും പ്രവർത്തനം കൊടുക്കുമല്ലോ. ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ കുട്ടിക്ക് എന്ത് ലക്ഷ്യത്തിലേക്കാണോ കുട്ടി എത്തിച്ചേരേണ്ടത് അതുമായി ബന്ധപ്പെട്ട ഒരു അസസ്മെന്റ് നമ്മൾ നടത്തുമല്ലോ. എല്ലാ നേട്ടങ്ങളും, പഠന നേട്ടം കൈവരിച്ചോന്ന്, അങ്ങനെ ഒരു പ്രവർത്തനം കൊടുക്കാൻ അസസ്മെന്റ് കോളമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ സേവ് ചെയ്യുകയും പിന്നീട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യണം. സബ്മിറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഇത് നേരിട്ട് HMന്റെ കയ്യിലേക്ക്, HMന്റെ സമഗ്രയിലേക്ക് പോകുന്നു. അവിടെ HM അപ്രൂവ് ചെയ്യണം. അതുവരെ പെൻഡിങ് എന്ന് ടീച്ചിങ് മാനുവൽ കാണിക്കും. HM അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഹയർ അതോറിറ്റീസിലേക്ക് പോവുകയാണ്. പിന്നെ DOയ്ക്കും DDയ്ക്കും ഒക്കെ കാണത്തക്ക രീതിയിൽ നമ്മളുടെ മാനുവൽ പോവുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് ഒരാഴ്ചയിൽ പിന്നെ ആഴ്ചയിൽ ഒരു 4 മാനുവൽ അല്ലെങ്കിൽ 5 മാനുവലൊക്കെ ചെയ്യണം എന്ന് നിർബന്ധമായി പറയുന്നുണ്ട്. 2-3 എണ്ണമെങ്കിലും ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോഴും നമുക്ക് പറ്റാത്തൊരു ചോദ്യം അവിടെയുണ്ട്. ടീച്ചിങ് മാനുവൽ എഴുതുന്നത് എങ്ങനെ? നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ദൈനംദിനാസൂത്രണ രേഖ. അപ്പൊ ദൈനംദിനമായിട്ടാണോ ഇപ്പൊ നടക്കുന്നത്? ആണോ? ആയിരിക്കുമോ? സമഗ്രയിൽ ചെയ്യുമ്പോ അല്ല, ദൈനംദിനമായിട്ട് ചെയ്യണം എന്നാണ്. പക്ഷെ സമഗ്രയിലാണെങ്കിലും അല്ലെങ്കിലും അത് ചെയ്യുന്നില്ല. പ്രവർത്തനങ്ങൾ നമ്മളങ്ങ് കൊടുത്തു പോകുന്നു. ഇതൊക്കെ നമ്മളെ കുറച്ചുകൂടി വലയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഷോർട്ടായിട്ടൊന്നും എഴുതിയാൽ പോരാ എന്നൊക്കെ ഉള്ള രീതികളും ഉണ്ട്. നമുക്ക് ടീച്ചേഴ്സിനെ റെഫർ ചെയ്യാനുള്ള ഒരു സാധനം അത് ആ ടീച്ചറിന് മനസ്സിലാവുന്ന തരത്തിൽ എഴുതിയാൽ പോരെ എന്നൊരു ചോദ്യം ഉണ്ട് എല്ലാവരുടെയും ഉള്ളില്. പിന്നെ ഈ പറയുന്നത് പോലെ ഇത് ഒരാഴ്ചയിലേക്കൊക്കെ എഴുതാനായിട്ട് നിർദ്ദേശമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നിങ്ങൾ ഒരാഴ്ചയിലേക്ക് എഴുതിക്കോളൂ, ഒന്നിച്ച് എഴുതൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതെല്ലാം ഒരേ ആളുകൾ തന്നെ പറയുന്നു എന്നുള്ളതാണ് വിരോധാഭാസം. നമ്മൾ ദൈനംദിനാസൂത്രണ രേഖ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ പലർക്കും ലാപ്പില്ല, ഫോണിൽ എല്ലായ്പ്പോഴും കിട്ടുന്നില്ല. ഇതൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് നെറ്റും എല്ലാം അവൈലബിൾ ആവുന്ന സമയത്ത് ഒന്നിച്ചെന്ന് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് കുറച്ചുകൂടി ടൈം വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ഒരു കാര്യം, ഇതൊക്കെ നമുക്ക് ഡ്രോബാക്കുകളാണ്. പിന്നെ പോസിറ്റീവ്സ്, റെസ്പോൺസ് നമ്മൾ എഴുതാൻ, നമ്മളിപ്പോ അപ്രൂവ് ആയി കഴിഞ്ഞാൽ, അപ്രൂവ് ആയതിനു ശേഷം മാത്രമേ റെസ്പോൺസ് കോളം എഴുതാൻ പറ്റൂ. അപ്പൊ റെസ്പോൺസ് കോളം നമ്മൾ ആ എടുക്കുന്ന ഡേറ്റും ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഇത് എഴുതുന്നത്. റെസ്പോൺസ് കോളം ഫില്ല് ആയിരിക്കണം. അപ്പൊ DO വിസിറ്റ് വന്നപ്പോൾ DO ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ റെസ്പോൺസ് കോളത്തിൽ പ്രതികരിച്ചു, കുട്ടികൾ നന്നായി പ്രതികരിച്ചു എന്നൊന്നും എഴുതി വെക്കരുത്. അത് കാണുമ്പോഴേ അറിയാം നിങ്ങൾ അത് കുട്ടികളെ നിരീക്ഷിക്കാതെ എഴുതിയതാണ് എന്ന്. അപ്പൊ എങ്ങനെയാണ് റെസ്പോൺസ് കോളം എഴുതേണ്ടത്? അതൊന്ന് പറഞ്ഞു തരൂ. വേഗം വേണേ. ഓരോ കുട്ടിയുടെയും പേരെടുത്ത് ആ കുട്ടി എങ്ങനെ റെസ്പോണ്ട് ചെയ്തു എന്നുള്ള രീതിയിൽ, എന്ന് വെച്ചാൽ മറ്റു കുട്ടികളെ അപേക്ഷിച്ച് വേറെ ആരെങ്കിലും നല്ല രീതിയിലായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് പ്രത്യേകം മെൻഷൻ ചെയ്ത് എഴുതണം. അശ്വതി നന്നായി പ്രതികരിച്ചു എന്നാണോ എഴുതേണ്ടത്? ആ കുട്ടി എന്താണ് ചെയ്തത് അത് അതുപോലെ എഴുതണം. അതെ, അശ്വതി ഇന്ന ചോദ്യത്തിന് ഇന്ന രീതിയിൽ മറുപടി പറഞ്ഞു എന്ന രീതിയിൽ പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ നല്ല കുട്ടികളുടെ പേര് മാത്രം മതിയോ മാനുവലില്? അല്ല, ആരെങ്കിലും മോശമായി പറയാൻ കഴിഞ്ഞില്ല, ഏതെങ്കിലും കുട്ടികൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരതും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. അതെന്താ ഒന്നിച്ച് പറയാൻ? ഞാൻ ചോദിക്കണോ? അങ്ങനെയാണോ പറയണ്ടേ? ഇന്റർവ്യൂ അടുത്തപ്പോ എന്തോ ഈ കാണിക്കുന്നേ? സംശയം ഉന്നയിച്ച കുട്ടികളെ പേരോ അതില് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഇന്ന കുട്ടി ഇന്ന സംശയം ചോദിച്ചു, ഇന്ന കുട്ടി നന്നായി ഇങ്ങനെ മറുപടി, വ്യത്യസ്തമായ മറുപടി ഇന്നയാളുടെ ഭാഗത്തു നിന്നുണ്ടായി, ഈ രീതിയിലാണ് പറഞ്ഞത്, ഇന്ന കുട്ടി സംശയം ചോദിച്ചു, വേറൊരാൾക്ക് കൈത്താങ് ആവശ്യമായി. ഞാൻ എഴുതുന്നത് അങ്ങനെയാണ്. സ്കഫോൾഡിങ് എന്നുള്ള പദം യൂസ് ചെയ്തിട്ടാണ് ഞാൻ എഴുതാറ്. ഇന്ന ആൾക്ക് കൈത്താങ് ആവശ്യമായി വന്നു, അവിടെ എല്ലാം ഉണ്ട്. ആ കുട്ടി കുറച്ച് പിന്നിലേക്കായിരുന്നു, അല്ലെങ്കിൽ സഹായം വേണ്ടി വന്നു എന്നുള്ള അർത്ഥത്തിൽ കൈത്താങ് ആവശ്യമായി വന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ എഴുതാറ്. എന്നിട്ട് അത് എന്താണ്, അപ്പൊ അടുത്ത തവണ അവന് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്ന രീതിയിലായിരുന്നു ഞാൻ റെസ്പോൺസ് എഴുതിക്കൊണ്ടിരുന്നത്. ഇപ്പൊ നമുക്ക് അതൊക്കെ റിഫ്ലക്ഷനിലേക്കും കൂടി ഉൾപ്പെടുത്താനായിട്ടുണ്ട്. എങ്കിലും അപ്പൊ ഈ ഒരു ദിവസം ഒരു കുട്ടി ഒന്ന് പുറകിലേക്കാണ് എങ്കിൽ അടുത്ത ദിവസം നമ്മൾ അവന്റെ പേര് എഴുതണോ റെസ്പോൺസ്? വേണം. എന്ത് മാറ്റമാണ് വന്നത് എന്ന്. കഴിഞ്ഞ തവണത്തേക്കാൾ അവനിൽ പുരോഗമനം കണ്ടു, കുറച്ചുകൂടി നന്നായി മറുപടി പറഞ്ഞു, ഒഴുക്കോടെ സംസാരിച്ചു, അല്ലെങ്കിൽ നന്നായി വായിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലേക്ക് എഴുതാം. ആ റിഫ്ലക്ഷൻ വരുമ്പോൾ ആ കുട്ടിയുടെ പേരപ്പം വരണ്ടേ? പിന്നോക്കാവസ്ഥയിൽ വന്ന കുട്ടി
വരണം. അതൊക്കെ ഉൾപ്പെടുത്തി അവനെ എന്ത് പ്രവർത്തനമാണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നത് എന്ന രീതിയിൽ വേണം റിഫ്ലക്ഷൻ ഒക്കെ എഴുതാനായിട്ട്. സമഗ്ര പ്ലസ് നന്നായി നോക്കി വെക്കുക. ടീച്ചറെ, അപ്പൊ ഇപ്പൊ മാത്സ് ഒരു പ്രോബ്ലം ഒക്കെ ആണെങ്കിൽ നമ്മള് ഇത് കൊടുക്കുമ്പോഴേ റെസ്പോൺസ് കോളം കൊടുക്കുമ്പോ ഇപ്പൊ ഒരു പ്രോബ്ലം കുട്ടികൾ തന്നെ ചെയ്ത കുറെ കുട്ടികൾ ഉണ്ടാവില്ല തന്നെ ചെയ്യണില്ല, അപ്പൊ അത്രയും പേരുകൾ മെൻഷൻ ചെയ്യണോ? അങ്ങനെയല്ല, അത് ഒട്ടുമിക്ക കുട്ടികളും അത് ചെയ്യുന്നെങ്കിൽ നമുക്ക് അവിടെ അത് മെൻഷൻ ചെയ്യാം. അതായത് ഭൂരിഭാഗം കുട്ടികളും ഈ ചോദ്യത്തിന് ഉത്തരം നൽകി, എന്നാൽ ഇന്ന കുട്ടികൾക്ക് കൈത്താങ് ആവശ്യമായി വന്നു എന്ന് പറയുമ്പോ എല്ലാം ആയില്ലേ അതിനകത്ത്. ശരി. ഇനി വ്യവഹാര രൂപങ്ങൾ എന്നൊരു ചോദ്യം കണ്ടു. ഈ വ്യവഹാര രൂപങ്ങൾക്ക് പ്രാധാന്യമുണ്ടോ ഭാഷയിൽ? അതോ ഭാഷയിൽ മാത്രമാണോ വ്യവഹാര രൂപങ്ങൾ ഉള്ളത്? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഭാഷാ പഠനത്തിനാണത് കൂടുതൽ ഉപയോഗപ്പെടുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ വ്യവഹാര രൂപങ്ങളും മറ്റ് വിഷയങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ടെന്ന് ഇപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി. അതായത് ചർച്ച, സംഭാഷണം, പ്രൊജക്ട് രീതി, പലതരത്തിലെ വ്യവഹാര രൂപങ്ങൾ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. സംവാദാത്മക തരമുണ്ട്, പിന്നെ വിവരണാത്മക തരമുണ്ട്, പിന്നെ വ്യവഹാര രൂപങ്ങള് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാല് നമ്മളോട് ചോദിക്കാൻ ഒരു സാധ്യതയുണ്ട്. വ്യവഹാരങ്ങൾ ഏത് വിഷയത്തിലാണ് ഏറ്റവും അധികം പ്രാധാന്യമുള്ളത്, ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ കുറച്ചുകൂടി വളച്ചു കെട്ടി വ്യവഹാരങ്ങൾ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നങ്ങാണോ ഒന്ന് ചോദിച്ചാല് പെട്ടെന്ന് എല്ലാവരും വ്യവഹാര ഭാഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ ഒരു ടെൻഡൻസിയാണ് എല്ലാവരിലും ഉള്ളത്. പക്ഷെ നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത് കുറിപ്പ് ഒരു വ്യവഹാരമാണ്. സയൻസിൽ നമ്മൾ പരീക്ഷണം ചെയ്ത പരീക്ഷണക്കുറിപ്പ്, നിരീക്ഷണം ചെയ്ത നിരീക്ഷണക്കുറിപ്പ്, ഇതൊക്കെ നമ്മൾ എഴുതുന്നുണ്ട് അല്ലെ? പ്രോജക്റ്റിന്റെ റിപ്പോർട്ട് നമ്മൾ എഴുതുന്നുണ്ട്, സംവാദം നടത്തിയതിന്റെ സംവാദത്തിന്റെ റിപ്പോർട്ട് എഴുതുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം വ്യവഹാര രൂപങ്ങളാണ്. ആ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വെക്കുക. വ്യവഹാര രൂപങ്ങൾ ഏതൊക്കെയാണ്, അത് ഏതൊക്കെ ഭാഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയുള്ളത് നോക്കി വെക്കുക. തിരുവനന്തപുരത്തെ ഇന്റർവ്യൂ നടത്തിയപ്പോ ആ ടീച്ചർ അവരോട് ഇത് ചോദിച്ചിട്ട്, ആ ക്വസ്റ്റ്യൻ ചോദിച്ച ടീച്ചറിനോട് ചോദിച്ചു, നമ്മൾ തമ്മിൽ ഇപ്പൊ സംസാരിക്കുന്നത് വ്യവഹാര രൂപങ്ങളിൽ പെടുവോന്ന് ചോദിച്ചു. അപ്പോൾ ആ ടീച്ചർ ശരിക്കും ഇല്ലാന്നാ പറഞ്ഞത്. പിന്നീട് തിരിച്ചിറങ്ങിയിട്ട് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് അതും പെടുന്നു. അതെ, നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കണം. ഓരോ കാര്യം, ഒരാളൊരു കാര്യം എടുത്തു ചോദിക്കുമ്പോ അവിടെ എന്തോ ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നമ്മൾ ടീച്ചേഴ്സ് ആണ്, നമ്മൾ കുട്ടികളോട് നമ്മളും ചെയ്യുന്നത് അത് തന്നെയാണ്. ഒന്നുകൂടെ അത് അങ്ങനെയാണോ എന്ന് നമ്മൾ രണ്ടർത്ഥത്തിൽ ചോദിക്കും. ഒന്ന്, അവനത് ഉറച്ചോന്ന് അറിയാൻ. ഇനി കുറച്ചുകൂടി നമ്മൾ ബെറ്റർ ആയിട്ടുള്ള ആൻസർ പ്രതീക്ഷിക്കുമ്പോൾ നമ്മൾ ഈ രണ്ട് ചോദ്യം ചോദിക്കുന്നവരാണ് നമ്മൾ. അതുപോലെയാണ് ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങൾ നമ്മളോട് ചെയ്യുന്നത്. നമ്മൾ അവിടെ ചെന്നിരിക്കുമ്പോൾ നമ്മുടെ കുട്ടിയും അവർ അധ്യാപകരുമാണ് എന്നുള്ള രീതിയിലാണ് അവർ നമ്മളോട് പെരുമാറുന്നത്. നമ്മളുടെ മനസ്സിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് എന്റെ കുട്ടികളോടാണെങ്കിൽ ഞാൻ എങ്ങനെ മറുപടി പറയും എന്നുള്ളതും, എന്നെ അവരൊരു കുട്ടിയായിട്ടാണ് കണക്കാക്കുന്നത്, ഞാൻ അധ്യാപകരെ പോലെ തന്നെ ചിന്തിക്കണം, അങ്ങനെ തന്നെ മറുപടി പറയണം എന്നൊക്കെ നമ്മളുടെ മൈൻഡിൽ പലതും വരണം. ഇതെല്ലാം ഒന്ന് മനസ്സിൽ ഉറപ്പിച്ച് വേണം നമ്മൾ പോകാനായിട്ട്. ഓരോ ചോദ്യവും നിസ്സാരമല്ല. അവർ ചോദിക്കുന്ന സൗഹൃദ സംഭാഷണങ്ങളിൽ പോലും നിങ്ങളെ അളക്കുന്നുണ്ട്. നിങ്ങളെ ചിരിപ്പിക്കുന്നതും രസിപ്പിക്കുന്നതും നിങ്ങളത് ആസ്വദിക്കുന്നതും നിങ്ങൾ കൂളാകുന്നതും ഒക്കെ ഇതുമായി ബന്ധമുണ്ട്. നിങ്ങളെ കൂളാക്കാൻ വേണ്ടി ഇന്റർവ്യൂ ബോർഡ് ഒരു എഫേർട്ട് എടുക്കുക അല്ലെ? എഫേർട്ട് എടുക്കുന്നു. അപ്പോൾ അത് 2-3 അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുക. ഒന്ന്, നിങ്ങൾ നെർവസ് ആണെന്ന് അവർ മനസ്സിലാക്കി. 2, നിങ്ങൾ ഫ്രീ ആക്കാൻ വേണ്ടി അവർ സ്വതവേ എല്ലാവരോടും കൂളായിട്ട് നിൽക്കുന്നു. നമ്മളെ കൂളാക്കാൻ ഒരാൾ ഒരു എഫേർട്ട് എടുക്കേണ്ട ആവശ്യം വരുത്തണോ? ഉണ്ടാക്കാൻ പാടില്ല ശരിക്കും. അങ്ങനെ എടുക്കരുത്, അങ്ങനെ ഉണ്ടാക്കി എടുക്കരുത്. നമ്മൾ ഹാപ്പി ആയിട്ട് കൂളായിട്ട് കോൺഫിഡന്റോട് കൂടി വരുന്ന ഒരാളെ കണ്ണ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അയ്യോ എന്നൊക്കെ പറഞ്ഞ് രണ്ട് കുടയിലും കുടഞ്ഞ് ടെൻഷൻ അടിച്ച് ഫയലും കെട്ടിപ്പിടിച്ചൊന്നും പോകരുത്. ഫയൽ കയ്യിൽ ഇങ്ങനെ ഹോൾഡ് ആയിരിക്കണം, ഇങ്ങനെ
എങ്ങനെയാ ഇപ്പൊ കാണിച്ചു തരുന്നത്? ഇങ്ങനെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പിടിക്കില്ലേ, ഇങ്ങനെ ഇങ്ങനെ താഴ്ത്തി പിടിക്കുമല്ലോ ദേഹത്തോട് ചേർത്ത്, ആ ഒരു രീതിയിൽ പിടിച്ചുകൊണ്ട് പോകാം. ഇങ്ങനെ ആറോട് വെച്ച് ഇങ്ങനെ 2 കൈയും വെച്ച് ഇങ്ങനെ കിടിഞ്ഞ് വറച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊന്നും പോകരുത്. അല്ലെങ്കിൽ ഒരു കയ്യിൽ ഇങ്ങനെ വെക്കാം. ഏറ്റവും നല്ലത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് താത്തിയിടുന്നതാണെന്നാണ് എന്റെ ഒരു തോന്നൽ. എന്റെ പേഴ്സണലി എന്റെ ഒരു തോന്നൽ അങ്ങനെയാണ്. അപ്പൊ പിന്നെ നമ്മളൊക്കെ കേട്ട് വളർന്നത് പെൺപിള്ളേര് തല കുനിച്ച് നടക്കണമെന്നാ അല്ലേ? ആണോ? ഞാനൊക്കെ അങ്ങനെ കേട്ടത്. തല കുനിച്ച് കേട്ടിട്ടുണ്ട്. അങ്ങനെ തന്നെയായിരുന്നു. തല കുനിച്ച് അല്ലേ? നിലത്ത് നോക്കി നടക്കും. നിലത്ത് നോക്കി നടക്കണം, അതിൽ തല കുനിച്ച് നടക്കണം. നമ്മളെപ്പോഴും തല കുനിക്കാൻ പഠിപ്പിക്കുകയാണ് കുഞ്ഞിലെ. പിന്നെ പ്രായപൂർത്തിയാകുന്ന അന്ന് മുതൽ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ട്രെയിനിങ് അതാണ്. മുഖത്ത് നോക്കരുത്, ആരുടെയും മുഖത്ത് നോക്കരുത്. അവിടെ അതനുസരിക്കുമ്പോൾ തുടങ്ങി നമ്മളുടെ അധപ്പതനം. അവിടെ ഇവിടെ ഇപ്പോഴും വഴിയാട്ടോ സൗണ്ട് എന്ന് പറയും, ഓർമ്മിപ്പിക്കും. ആണിന്റെ ശബ്ദം എത്ര ഉയരത്തിൽ കേട്ടാലും അതൊരു പ്രശ്നമല്ല. നമ്മൾ അധ്യാപകരി കിടന്ന് തൊണ്ട കീറി നമ്മുടെ സൗണ്ട് അത്രയും ബഹളത്തിലായിരിക്കും ഇപ്പൊ പുറത്തു വരുന്നത്. തൊണ്ട എടുത്ത് നമ്മളുടെ സൗണ്ട് വോക്കൽ കോഡിന് ഗ്യാപ്പൊക്കെ വന്ന ആളാണ് ഞാൻ. അപ്പൊ അതനുസരിച്ച് വേറൊരു ശബ്ദത്തിലേക്ക് നമ്മളങ്ങ് പോവാ, ഉയർന്നു പോവും, സൗണ്ട് ഉയർന്നു പോവും. പക്ഷെ അത് ആണിനത് പ്രശ്നമില്ല, പെണ്ണിനത് പ്രശ്നമാണ് ഇപ്പോഴും. പക്ഷെ അത് നമ്മളായിട്ട് മാത്രം വിചാരിച്ചാൽ പറ്റില്ല, എല്ലാവരും അത് വിചാരിച്ചെങ്കിലേ അത് മാറും. അതുപോലെ ഈ കുനിഞ്ഞു നോക്കി നടക്കുക, മുഖത്തേക്ക് നോക്കരുത്, താഴെ നിലത്ത് നോക്കി പതുക്കെ നടക്കണം. ഇതൊക്കെ നമ്മളെ അടിമയാക്കുന്നതിന്റെ ആദ്യ പാഠങ്ങളാണിത്. ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളോട് അത് പറഞ്ഞു കൊടുക്കരുത്. തല ഉയർത്തി നടക്കാനും നമ്മളോട് അനീതി കാണിച്ചാൽ അതിന് പ്രതികരിക്കാനും നമ്മൾ പഠിപ്പിക്കണം. അപ്പൊ ഒരു കുട്ടിയുടെ വസ്ത്രത്തെയും അവരുടെ നടത്തത്തെയും ഉച്ചത്തിലുള്ള സംസാരത്തെ എല്ലാത്തിനെയും ഒന്നും നമ്മൾ നിയന്ത്രിക്കലല്ല. അവരുടെ വസ്ത്രം മാന്യമായിരിക്കണം, ശരീര പ്രദർശനമാകാതെ കംഫർട്ട് ആയിട്ടുള്ള വസ്ത്രം ധരിക്കാൻ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. കാരണം സ്കൂളാണ്, സ്കൂളിന് മാന്യമായ വസ്ത്രധാരണം എന്നൊക്കെ ഉള്ളതൊക്കെ നമുക്ക് എത്തിച്ചു കൊടുക്കാം. അവിടെയും പ്രതിപക്ഷ ബഹുമാനത്തിലേ നമ്മൾ സംസാരിക്കാവൂ. ഒരു പരിധിയുണ്ട് നമുക്ക്, അവരെ വ്യക്തിയായി പരിഗണിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഈ തലകുനിക്കലാണ് ഇപ്പൊ നമ്മുടെ ഇന്റർവ്യൂവിന്റെ മുമ്പിൽ പോകാൻ നമ്മളെ സമ്മതിക്കാതെ നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾ പലരും ഇവിടെ ഇരിക്കാനുള്ള കാരണം നമ്മൾ അന്ന് തലകുനിച്ചതും നമ്മൾ ശബ്ദം താഴ്ത്തിയതും. ഇവിടെ ശബ്ദം പോരാ, സൗണ്ട് പോരാന്ന് ഞാൻ പറയുന്നു. വേഗത്തിൽ സംസാരിക്കാൻ പറയുന്നു, അല്ലെങ്കിൽ ഇഴഞ്ഞ് സംസാരിക്കുക. കാര്യം നമ്മൾ നല്ല കുട്ടികളാണല്ലോ, നമ്മൾ ഒതുങ്ങിയ ചിറകുകൾ ഒതുക്കിയിരിക്കുന്ന നല്ല പിള്ളേരാണല്ലോ. ഈ നല്ലത് കേൾക്കുന്നതേ ഏറ്റവും വലിയ ശാപമാണ്. അവള് നല്ല ഒച്ച, നല്ല ഒതുക്കമുള്ള ഒച്ച എന്ന് പറയുന്നത് ആദ്യമായിട്ട് നമ്മളെ കൂട്ടിലിടുന്നതിന്റെ ആദ്യ ലക്ഷണമാണ് ഒതുക്കം. നമ്മൾ ഒതുക്കാൻ ശ്രമിക്കുക എല്ലാവരും. ചിറക് വിടർത്തി ഇരുന്നാൽ അത് ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മൾ പറന്നു പോയാലോ, നമ്മൾ എവിടെ പറക്കണമെന്നും എവിടെ നിൽക്കണമെന്നും നിയന്ത്രിക്കുന്ന ചരടുണ്ട്. ചരടുകൾ ചിലപ്പോൾ നല്ലതാണ്, പക്ഷെ എപ്പോഴും ആ ചരട് പുറകോട്ടാക്കിയാൽ പറക്കാൻ പറ്റത്തില്ല അല്ലേ? അതാണ് അവസ്ഥ. ഇതൊക്കെ മനസ്സിലാക്കി നല്ലതിനെ മാത്രം ഉൾക്കൊണ്ട് നമ്മൾ വളരണം, നമ്മൾ കുട്ടികളെയും വളർത്തണം. ഇപ്പൊ ഇന്റർവ്യൂവിന് പോകുമ്പോഴും അതായിരിക്കണം മനസ്സിൽ. ഞാൻ റോൾ മോഡലാണ്, എന്നെ കണ്ട് എന്റെ മക്കൾ വളരുന്നുണ്ട്. മക്കളെന്ന് ഞാൻ പറയുന്നത് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളെയാണ്. എന്റെ മക്കൾ അങ്ങനെയാണ്, എന്നെ കണ്ടാണ് വളരുന്നത്. ആ സ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു മത്സരമാണിത്. ഇവിടെ ഞാൻ അഭിനയിക്കുകയല്ല, മത്സരിക്കുകയല്ല. ഇവിടെ ഞാനായിട്ട് നിൽക്കലാണ്. ഞാൻ അങ്ങനെ ഒരു അധ്യാപികയാണ് എന്ന് ആദ്യം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം. പിന്നെ അപ്പൊ ഭയം ഇല്ലാതാവും. പിന്നെ ആ ഇന്റർവ്യൂ ബോർഡിന്റെ ആ വാതിലിൽ നിങ്ങൾ പിടിക്കുന്ന പിടി തൊട്ട് നിങ്ങൾ ആക്സസ് ചെയ്യാണ്. വലിച്ചു തുറക്കാനും ഇത് ഇങ്ങോട്ട് വലിക്കണോ അങ്ങോട്ട് തള്ളണോ എന്നുള്ള ടെൻഷനും ഇതെല്ലാം പ്രശ്നമാണ്. ഒന്നും വേണ്ട, മയത്തിലൊന്ന് പെരിയെ തള്ളി പെരിക്കെ തുറന്ന് അപ്പൊ തന്നെ ഒരു ശരിയോടെ നമ്മൾ ചോദിക്കാണ്, കയറി വന്നോട്ടെ എന്ന് അനുവാദം മലയാളത്തിൽ ചോദിച്ചാലും പ്രശ്നമില്ല. മേ കമ്മിങ് സാർ, അത് ചിലര് കമ്മിങ് എന്നാണ് ചോദിക്കുന്നത് ഇപ്പോഴും. മേ കമ്മിങ് സാർ എന്നാണ്, കം ഇൻ ആണെന്ന് നമുക്കറിയാം, എങ്കിലും കമ്മിങ് ചോദിക്കും. അപ്പൊ അത് അനുവാദമൊക്കെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് തട്ടി, ഇതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. കാര്യം ബെല്ല് അടിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുക ചെയ്യുന്നത്. അപ്പൊ പതിയെ ഡോറ് തുറന്ന് ചിരിച്ച് അപ്പോഴേ ഒരു ചിരിയോടുകൂടി എല്ലാ 3 പേരെയും നോക്കി മുഖത്തേക്ക് നോക്കി ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ ഈ കണ്ണിങ്ങനെ എല്ലായിടത്തും പോകും. ഓരോരുത്തർക്കും അവര് നോക്കുന്നു എന്ന് തോന്നും. അവിടെ മാർക്ക് വീണ് തുടങ്ങി.
അതായത് നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ 3 കണ്ണുകളെ അല്ല, നമ്മൾ എത്ര കണ്ണുകളെയാ നോക്കുന്നേ ക്ലാസ്സിന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോ അല്ലേ? ഒരുപാട് കണ്ണുകളെ നോക്കണ്ടേ? അവിടെ ആകെ 3 പേരേ ഉള്ളൂ, അല്ലെങ്കിൽ 4 പേര് കൂടിപ്പോയ, അത്രയും പേരുണ്ട്. അപ്പൊ അത്രയും കണ്ണുകളെ പോലും നമുക്ക് നോക്കാൻ പറ്റുന്നില്ല. ഒരാളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ടീച്ചർ പിന്നെ കുട്ടികളെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ടീച്ചർ ആയിരിക്കോ? ആയിരിക്കോ? അല്ല. ഏതെങ്കിലും ഒരു കുട്ടിയിൽ ശ്രദ്ധ മാത്രം നോക്കരുത്. അതെ, നമ്മളത് അനുഭവിച്ചിട്ടുണ്ട്. ആ ടീച്ചറിന്റെ ക്ലാസ്സിൽ നമ്മളെ നോക്കത്തില്ലല്ലോ, അവളെ നോക്കുന്നത്, അതുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാം എന്ന് ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ ആണ് നിങ്ങളത് അവിടെ അനലൈസ് ചെയ്യും. അതുകൊണ്ടാണ് എല്ലാവരെയും നോക്കണം. ഒരു മറുപടി എന്നോട് നേരെ ഇരിക്കുന്ന സാറാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ ആ സാറിനെ നോക്കി തുടങ്ങിയാലും മറ്റുള്ളവരെയും കൂടി നമ്മൾ പരിഗണിക്കുന്നു എന്ന് ഉറപ്പാക്കുന്ന തരത്തിൽ ഓരോരുത്തരെയും ഒന്ന് നോക്കണം. നോക്കി വേണം മറുപടി പറയാനായിട്ട്. നമ്മളിങ്ങനെ പിന്നെ ഒരുപാട് ഇതല്ല എങ്കിലും നമ്മൾ മറുപടി പറയുമ്പോൾ നമ്മുടെ കൈ എടുത്തു എന്ന് കരുതി മുറുക്കി പിടിക്കാനൊന്നും നിൽക്കരുത്. അത് ചിലർ അങ്ങനെയാണ്, ഫയല് കയ്യിൽ തന്നെ മടിയിൽ തന്നെ വെക്കുക. അപ്പൊ അവര് പറയും അവിടെ നമുക്ക് പിന്നെ ചെയർ വെച്ചിട്ടുണ്ട് അവിടെ വെച്ചോളൂ എന്ന് പറയും. അപ്പൊ നമുക്ക് അങ്ങോട്ട് വെക്കാം. വെച്ചിട്ട് കൈകൾ ഇങ്ങനെ പിണച്ച് നമ്മളിങ്ങനെ ഒന്ന് വെച്ച് ഇങ്ങനെ മടിയിൽ വെക്കുന്നതാണ് നല്ലത്. കൈ ഒരു മേശപ്പുറത്തേക്ക് ഒന്നും വെക്കണ്ട. അത്രയും അടുത്ത് നമ്മളെ ചെയർ ഇടാറുമില്ല ഇതുവരെയും, അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ മേശയും നമ്മുടെ കസേരയും തമ്മിൽ നല്ല അകലമുണ്ട്. അപ്പൊ അതിനനുസരിച്ച് കൈ ഇങ്ങനെ വെച്ച് ഇരിക്കാം. പിന്നെ സംസാരിക്കുമ്പോൾ കൈ എടുക്കേണ്ടി വന്നാൽ കൈ എടുക്കാം. ഇങ്ങനെ ടെൻഷൻ ആവുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ കാണിക്കുന്നത്, ഇങ്ങനെയൊക്കെ ആക്കുന്നത്. അങ്ങനെ ഒന്നും ആക്കരുത്. അതുപോലെ ഒരിക്കലും നെഞ്ചിൽ കൈയിട്ട് ഇങ്ങനെ ഇരിക്കരുത്. ചിലർ കൈയിട്ട് സംസാരിക്കുന്നവരുണ്ട്. അപ്പൊ അതൊന്നും ഉണ്ടാകരുത്. കൈ നമുക്ക് ഇങ്ങനെ വെച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് തെറ്റില്ല. പിന്നെ വസ്ത്രം, പലരും പുള്ളിയും പൂക്കളും പുള്ളിയും ഒക്കെ ഇപ്പോഴേ ഓണം അങ്ങ് വന്നു. ഇന്റർവ്യൂവിന്റെ ഡ്രസ്സ് സെലക്ഷന് പോകുമ്പോഴും അങ്ങനെയുള്ളതാണ് എടുക്കുന്നത്. അത് എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റ് ഷെയ്ഡുകൾ എടുക്കാം, ചെറിയ പൂക്കള്. ഈ അജ്രക് പ്രിന്റ് എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ആണ്, മിക്ക ടീച്ചേഴ്സും ഇടുന്നതൊക്കെയാണ്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. ലൈറ്റ് കളേഴ്സ് എടുക്കുക. പിന്നെ വൃത്തിയായി തയ്ക്കുക, കഴുത്തിറങ്ങരുത്. പിന്നെ കോളർ നെക്ക് ആണെങ്കിൽ ചേരുന്നവർക്ക് കോളർ നെക്ക് നല്ലതാണ്. കയ്യിലൊന്നും വെട്ടൊന്നും ഇടരുത്. ഞാൻ ഇതൊക്കെ ഇന്റർവ്യൂവിന് പോയപ്പോ കണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇവിടെയൊക്കെ നെറ്റുള്ള ഡ്രസ്സ്, അതായത് കഴുത്ത് നമ്മള് ഫാഷനായിട്ട് തയ്ക്കുമല്ലോ. ഇവിടെ വരെ കഴുത്തുണ്ട്, കഴുത്ത് കോളർ ഇവിടെയാണ്, ഇത്രയും നെഞ്ചിന്റെ ഭാഗമൊക്കെ നമ്മള് കഴുത്തിലൊക്കെ നെറ്റാണ്. പക്ഷെ അതൊന്നും ഒരു ഇന്റർവ്യൂവിന് ആപ്റ്റ് ആയിട്ടുള്ള വസ്ത്രമല്ല. ഇന്റർവ്യൂവിന് അതിൻ്റെതായ ഡ്രസ് കോഡിൽ പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ വണ്ണമൊക്കെ ഉള്ളവരാണെങ്കിൽ അതനുസരിച്ചുള്ള വസ്ത്രധാരണം സ്വീകരിക്കുക. വെട്ടില്ലാത്തത് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം, പക്ഷെ ഫ്ലെയേർഡ് ആയിട്ടുള്ളത് ഒഴിവാക്കുക. നോർമൽ കട്ടിൽ നിങ്ങളുടെ കറക്റ്റ് അളവിന് വസ്ത്രം തയ്പ്പിക്കുക. പിന്നെ ഷോൾ ഇടുക, മസ്റ്റായിട്ടും ഷോൾ ഇട്ട് പോവുക. നമുക്ക് അല്ലാതെ പോകാനുള്ള സ്ഥലങ്ങളുണ്ട്, നമുക്ക് അങ്ങനെ പോകാം. ഇത് ഇന്റർവ്യൂ ആണ്, അധ്യാപകരാണ്. അധ്യാപകർ കുട്ടിയുടെ മുന്നിൽ എങ്ങനെ പോവോ ആ ഒരു വസ്ത്രധാരണത്തിൽ പോവുക. നമുക്ക് കംഫർട്ടായിട്ടുള്ള വസ്ത്രം ധരിക്കാമെന്ന് ഓർഡറുകൾ വന്നെങ്കിലും മനുഷ്യരുടെ മനസ്സിലേക്ക് ആ ഓർഡർ വരാൻ ഇനിയും കാലങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി വേണം ഇരിക്കാനായിട്ട്. നമ്മൾ ഈ പറയുന്ന ക്വാളിറ്റീസ് അധ്യാപകർക്ക് വേണമെന്ന് പറയുന്ന എല്ലാ ക്വാളിറ്റീസും എല്ലാ ഇന്റർവ്യൂ ബോർഡ് അംഗത്തിൽ നിന്നും പ്രതീക്ഷിക്കരുത്. അത് നമുക്ക് കിട്ടാൻ പോകുന്നില്ല. നല്ല ബോർഡ് മെമ്പേഴ്സ് കാണും, അല്ലാതെ ഈ പറയുന്ന പോലെ പഴയ രീതിയിൽ സങ്കുചിതമായി ചിന്തിക്കുന്നവരുണ്ടാവും. നല്ല ബോർഡ് അംഗങ്ങൾ എല്ലാം അംഗീകരിക്കുന്നവരായിരിക്കും. പക്ഷെ ഈ സങ്കുചിതമായി ചിന്തിക്കുന്നവരെ തിരുത്തിക്കൊണ്ടുവരാനുള്ള സമയം നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ അവരെ മുൻനിർത്തി കണ്ടുവേണം നമ്മളുടെ വസ്ത്രവും നമ്മളുടെ നടത്തവും ഒക്കെ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ അങ്ങോട്ട് ചെല്ലും. പിന്നെ തല ഉയർത്തിപ്പിടിച്ച് അവരെ നോക്കി പോകണം എന്ന് പറയുന്നത് നമ്മുടെ കോൺഫിഡൻസ് ആണ്. നമ്മൾ ഫയൽ ഹോൾഡ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കോൺഫിഡൻസ് ആണ്. ഞാൻ റെഡിയാണ് എന്ന് സൂചിപ്പിക്കുന്ന, ഞാൻ കോൺഫിഡന്റ് ആണെന്ന് സൂചിപ്പിക്കുന്ന മാനറിസങ്ങളായിരിക്കണം നമ്മുടെ ഭാഗത്തു നിന്നുള്ളത് എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഈ പറയുന്നത് പോലെ കല്ലും തിളക്കവും ഒക്കെ ഉള്ള ഡ്രസ്സുകൾ മാറ്റി വയ്ക്കുക. ഇതിനായിട്ട് കുറച്ച് കാശ് മുടക്കി പിന്നെ കോട്ടന്റെ തുണി എടുത്ത് ഡ്രസ്സ് തയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഡേറ്റ് വന്നവർക്ക് ഇനിയും സമയമുണ്ട്. ഒരു വസ്ത്രം നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ ഇത് ശരിയാകുമോ എന്നൊരു ചിന്ത വന്നാൽ തന്നെ മാറ്റിക്കും. അതല്ല ഓക്കെ ആണ് എന്ന് തോന്നിയാൽ അത് തന്നെ യൂസ് ചെയ്യുക. പിന്നെ തേക്കണം, വസ്ത്രം വലിയ ചുളിവ് വരാതെ നല്ല തേച്ച വസ്ത്രം, കഴിയുമെങ്കിൽ പശയൊക്കെ മുക്കിയ നല്ല രീതിയിലുള്ള വസ്ത്രം ആയിരിക്കണം. അപ്പൊ എല്ലാം അതിൻ്റെതായ രീതി. ഒന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, എങ്കിലും എന്റെ ഒരു ധൈര്യത്തിന് പറയുകയാണ്. ചെറിയൊരു വള, ചെറിയ കമ്മല്,
പിന്നെ ആ ഒരു രീതിയിലൊക്കെ പോയാൽ മതി. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഒരുപാട് 5-6 മോതിരം ഇതൊക്കെ ഒഴിവാക്കുക. ഏതെങ്കിലും ഒരു മോതിരോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഓക്കെ. വാച്ച് അവിടെ ചെന്നാൽ അവരെ അഴിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലായിടത്തും എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. വാച്ച് വേണമെങ്കിൽ കേട്ടാ എന്നിട്ട് നമ്മളെ ആ ഒരു വെയിറ്റിംഗ് റൂമിൽ ഇരുത്തുമ്പോൾ അഴിക്കാൻ പറഞ്ഞ് അഴിക്കുക. ആ ഒരു രീതിയിൽ പോവുക. ഇത്രയൊക്കെയാണ് വസ്ത്രധാരണം. പിന്നെ ചെരുപ്പ് നീറ്റ് ആയിരിക്കണം. പുതിയ ചെരുപ്പാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ എപ്പോഴും കാല് തൊട്ട് ശ്രദ്ധിക്കുക. നഖമൊക്കെ വൃത്തിയായിട്ട് വെട്ടുക. കൈ നഖങ്ങൾ വളർത്തിക്കൊണ്ട് പോകരുത്. കാലിലെ നഖവും വളർത്താതെ അത് പിന്നെ ക്യൂടെക്സ് ഒക്കെ ഇടുന്നവരാണെങ്കിൽ അങ്ങനെ ഇട്ടോ, അതൊന്നും സാരമില്ല. കാലൊക്കെ നീറ്റ് ആയിരിക്കണം. അവിടെ തൊട്ട് ശ്രദ്ധിക്കും. നമ്മളെ അത്ര നോക്കാനുള്ള ഗ്യാപ്പ് ആ റൂമിനുണ്ട്. ചെല്ലുന്ന റൂം കൺജസ്റ്റഡ് ആയിരിക്കില്ല. നമ്മൾ ഇവിടുന്ന് നടന്ന് അവരുടെ അടുത്തേക്ക് വരുന്ന ആ ഒരു ഡോറ്, അതായത് ഞാൻ പറഞ്ഞു ഡോറ് തുറക്കുന്നതിന് മുതൽ നോക്കുകയാണെന്ന് പറയുന്നത്. അതായത് ഇനി നിങ്ങൾക്ക് ചെല്ലുമ്പോൾ മനസ്സിലാവും അത്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? വേണ്ടുന്നില്ല. ഇത്രയും പറയുമ്പോൾ ടെൻഷനായോ? അതെ ടീച്ചർ, കുറച്ചു നേരം കേൾക്കുന്നുണ്ടായിരുന്നില്ല. കണക്ടിവിറ്റിക്ക് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. ആണോ? ഓക്കെ. എന്തുവരെ കേട്ടു? അതല്ല ടീച്ചർ, ടീച്ചർ പറഞ്ഞത് ഓൾമോസ്റ്റ് കേട്ടോ. അവസാനം കുറച്ച് ഒരു അത്രേ ഉള്ളൂ. കണ്ടിന്യൂസ്. ടീച്ചറെ, ഈ നേതൃത്വ പാഠവും നമ്മൾ UP സ്കൂളുകളിൽ വർദ്ധിപ്പിക്കാനായിട്ട് JRC മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാല് ഈ NCC NSS ഒക്കെ ഹൈസ്കൂള് തരത്തിലൊക്കെ അല്ലേ ഉള്ളൂ. ആണ്. പിന്നെ ഏതോ സ്കൂളില് സ്കൗട്ടിന്റെയോ ഗൈഡിന്റെയോ ആയിട്ട് ചെറിയ LP തലത്തിലൊരു ബഡ്സ് അങ്ങനെ എന്തെങ്ങാണ്ട് വേറെന്തോ ഒരു UP തലത്തിൽ നമ്മൾ ഗൈഡ് സ്കൗട്ട് എല്ലാം ഉണ്ട് ടീച്ചർ. ഞാൻ പഠിക്കുമ്പോഴേ ഉണ്ടായിരുന്നു. അതെ. പിന്നെ വേറെ LP അല്ലല്ലോ നിങ്ങള്. ഓക്കെ. UPക്ക് സ്കൗട്ട്, ഗൈഡ്, JRC, പിന്നെ വേറൊന്നുമില്ല അല്ലേ? NCC ഒക്കെ നമ്മൾ ഇതിനകത്തല്ലേ കുറച്ചുകൂടെ ഹയർ ആയിട്ട് ഹൈസ്കൂളിലല്ലേ? SPC ഹൈസ്കൂൾ അല്ലേ ടീച്ചർ? SPC ഹൈസ്കൂളിലാണ്. NCC അങ്ങനെയാണ്. ഇത്രേ ഉള്ളടാ. പിന്നെ ഉള്ളത് പിന്നെ ഈ പറയുന്നത് പോലെയുള്ള ക്ലബ്ബുകളാണ്. നേതൃത്വ പാഠത്തിന് ക്ലബ്ബുകളും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതാണല്ലോ. പലതരം ക്ലബ്ബുകളുണ്ട്. ക്ലബ്ബ് പ്രവർത്തനങ്ങൾക്ക് കുട്ടികൾക്ക് അവസരം കൊടുക്കുമ്പോൾ നേതൃപാഠം ഉണ്ടാകുന്നു. ഇതിനെല്ലാം പുറമെ അസംബ്ലി, എല്ലാ സ്കൂളിന്റെയും ക്ലാസ് അസംബ്ലികളാണല്ലോ സംഘടിപ്പിക്കേണ്ടത് എല്ലാ കുട്ടിക്കും അവസരം കൊടുക്കാൻ. അതൊക്കെ നേതൃപാഠത്തെ സൂചിപ്പിക്കുന്നതാണ്. ക്ലാസ് ലീഡർ സ്ഥാനം, സ്കൂൾ ലീഡർ, ക്ലാസ് ലീഡർ സ്ഥാനങ്ങൾ, ഇതൊക്കെ. അതുകൊണ്ടാണ് ഒരിക്കലും ഈ ഇലക്ഷൻ നടത്തി ഒരാളെ തിരഞ്ഞെടുക്കുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. അഥവാ അങ്ങനെ തിരഞ്ഞെടുത്താലും സെക്കൻഡ് ലീഡർ എന്നുള്ള ഒരു സ്ഥാനം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം ക്ലാസ്സിൽ. അതല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് ലീഡർഷിപ്പ് ക്വാളിറ്റി എല്ലാ കുട്ടികളിലും ഉണ്ടാകാൻ അത് സഹായിക്കും. ഓക്കെ അല്ലേ? ഇന്ന് ഇത്രയും മതി. ഇന്ന് നമ്മള് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇന്നിപ്പോ എറണാകുളം ജില്ലയിൽ ചോദിച്ചൊരു ചോദ്യമാണ്, 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ ആർക്കൊക്കെ എഴുതാൻ പറ്റുന്ന? അതെന്താണെന്നറിയില്ല. 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ എറണാകുളം ജില്ലയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ഒരുതരം നമുക്ക് ഒരു എന്താ ടെൻഷൻ എടുപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇന്നിപ്പോ വേറൊരു കുട്ടിയുടെ അടുത്ത് ചോദിച്ചത്, വീടിന്റെ അടുത്ത കടയിൽ കിട്ടുന്ന 5 മലയാളം ബാലമാസികകളും 5 ഇംഗ്ലീഷ് ബാലമാസികകളും പറയാൻ പറഞ്ഞു. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത് തിയേറ്റർ, ബസ്, ഇവിടെയൊക്കെ കുട്ടിക്ക് കൺസെഷൻ എത്ര രൂപയാണ്? ബസ്സിൽ കൺസെഷൻ 2 KSRTC ബസ്സില്. പക്ഷെ ഇപ്പൊ പ്രൈവറ്റ് ബസ്സുകാർ 5 രൂപ എടുക്കുന്നുണ്ട്. ഹാഫ് ടിക്കറ്റിന്റെ ചാർജ്, കുട്ടിയുടെ ഹാഫ് ടിക്കറ്റിന്റെ ചാർജ് എത്രയാണെന്ന് ചോദിച്ചാൽ ഹാഫ് ടിക്കറ്റ് ഇപ്പൊ കൊടുക്കുന്നില്ല. അതാണ് മറുപടി. ഞാൻ ചോദിച്ചായിരുന്നു, എന്റെ കുട്ടിക്ക് കിട്ടിയില്ല. ഞാൻ അങ്ങനെ തന്നെ പറയും. സാർ, എന്റെ കുഞ്ഞിന്റെ പ്രായം 5 വയസ്സ് താഴെയുള്ള സമയത്ത് ഞാൻ ഹാഫ് ടിക്കറ്റ് ചോദിച്ചപ്പോ എനിക്കത് തന്നിട്ടില്ല. ഹാഫ് ടിക്കറ്റ് 10 നമുക്ക് മിനിമം ചാർജ്. അപ്പൊ അത് ഹാഫ് എന്ന് പറയാൻ പറ്റത്തില്ല. ആ ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ 15 രൂപ കൊടുത്താലും അവരുടെ ആ ഒരു മുഖഭാവം തമ്മില്ല. നമുക്ക് 5 രൂപയ്ക്ക് കഷ്ടമല്ലേ എന്ന് തോന്നി നമ്മൾ കൊടുക്കും. ആ ഒരു രീതിയിൽ ഫുൾ ടിക്കറ്റ് അങ്ങ് എടുക്കല ചെയ്യുന്നത്. അല്ലാതെ ദൂരം ഉണ്ടെങ്കിൽ അവര് ഹാഫ് ഓക്കെ. മിനിമം ചാർജ് പിന്നെ അവർ കുറയ്ക്കത്തില്ല.
ടീച്ചർ അതുപോലെ ഹാഫ് നമ്മള് ടിക്കറ്റ് KSRTC ഉണ്ടെന്ന് തോന്നുന്നു, ദൂരയാത്രയ്ക്കൊക്കെ ഹാഫ് ടിക്കറ്റ് KSRTC തോന്നുന്നുള്ളത്. KSRTC കൊടുക്കും കേട്ടോ, പ്രൈവറ്റിനില്ല. ടീച്ചർ അതുപോലെ നമ്മളെ ഇപ്പോ കഴിഞ്ഞ ആഴ്ച ഒരു കുട്ടി മരിച്ചില്ലേ, മിഥുൻ എന്ന് പറഞ്ഞ കൊല്ലം തേവര ബോയ്സ് ഹൈസ്കൂളിലെ. സ്വാഭാവികമായിട്ട് ഇന്റർവ്യൂ അതൊരു ക്വസ്റ്റ്യൻ ചോദിക്കറേ, നിങ്ങളെ അഭിപ്രായം പറയാൻ. അപ്പം നമുക്കറിഞ്ഞൂടെ സർക്കാർ വിചാരിച്ച ചോദ്യം ഞാൻ വിട്ടുപോയി. അത് സ്വാഭാവികമായിട്ട് ആ ചോദ്യം വരും. അപ്പൊ എന്തൊക്കെ ചോദ്യം നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കഷൻ ആയിട്ട് വെക്കാം. ഇനിയിപ്പോ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാനുള്ള ടൈം അതിക്രമിച്ചുകൊണ്ട് ഒരാൾ കസേരയിൽ നിന്ന് ഉറങ്ങിപ്പോയി താഴേക്ക് പോയേക്കാണ്, എന്തായെന്ന് നോക്കണം. അതുമല്ല ഇത് കുറച്ച് കാര്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്ലാസ് കഴിഞ്ഞാലുടൻ ആ ഒരു സംഭവത്തെ നിങ്ങൾ നിങ്ങളുടെ കണ്ണിൽ വിശകലനം ചെയ്തിടുക. അതിനുശേഷം ഞാൻ പറയാം എന്തൊക്കെ വേണം, എന്തൊക്കെ ചെയ്യണമായിരുന്നു എന്നുള്ളത്. നിങ്ങൾ കാണുന്ന അതേ കണ്ണാണ് എനിക്കും, കൂടുതൽ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അതില് എന്ത് പ്രശ്നം വന്നാലും പെടാൻ പോകുന്നത് മാനേജ്മെന്റ് അല്ല, പ്രധാനാധ്യാപികയാണ്, അല്ലേ? ആ ധാരണ ഉള്ളിൽ ഉണ്ടായാൽ മതി. ക്ലാസ് ടീച്ചർ, ഡ്യൂട്ടി സസ്പെൻഡ് ചെയ്തു. അതെ. നമുക്ക് അധ്യാപകരെ കുറ്റം പറയാൻ പറ്റുമോ ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ? അങ്ങനെ നമുക്ക് അവരെ എതിർത്ത് അല്ല, അധ്യാപകർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തെറ്റെന്ന് തന്നെ പറയണം. ഇപ്പൊ അല്ല, അത് പറയാലോ. ശിവൻകുട്ടി സാറ് പറഞ്ഞത് അത് തെറ്റാണ്, അവർക്കുള്ള വീഴ്ചയായിട്ടാ പറഞ്ഞേക്കുന്നത്. അദ്ദേഹം പറയുന്നത് കുട്ടിയെ കുട്ടിയായി തന്നെ കാണണം, ആണ് അവന്റെ കളിയും അവന്റെ വളർച്ചയുടെ ഭാഗമാണ്, അതൊരിക്കലും കുട്ടിയെ ചേർന്ന് നിന്ന് ന്യായീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. സത്യമില്ലേ? പിന്നെ എങ്ങനെ അത് നമ്മളെ മന്ത്രിക്കെതിരെ ചിഞ്ചുറാണി മേഡം പറഞ്ഞു കുട്ടിയുടെ ഭാഗത്താ തെറ്റെന്ന്. അതിനെതിരെയാണ് അങ്ങനെ പറഞ്ഞത്. അത് കുട്ടിയുടെ അത് 2-3 കാര്യങ്ങളുണ്ട്. കുട്ടി അത് ചെയ്യും, അവനാണ് കുട്ടി. ആ കുട്ടിയെ ഈ കുട്ടിക്കുരങ്ങന്മാരുടെ അവസ്ഥയുണ്ടല്ലോ, വികൃതിയായ കുട്ടിക്കുരങ്ങന്മാരെ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയിലുള്ള കുട്ടികളെയാണ് സ്കൂളിലോട്ട് വന്ന് എത്തിച്ചിരിക്കുന്നത്. അവരെ നിയന്ത്രിക്കലാണ് നമ്മളുടെ ജോലി, ഒരിടത്ത് പോയി ഇരിക്കലല്ല. അവിടെ നമുക്ക് ഡ്യൂട്ടി തരും, നമുക്ക് സ്കൂൾ ഡ്യൂട്ടി, ഓരോ ദിവസം ഡ്യൂട്ടി ടീച്ചേഴ്സ് ഉണ്ടാവും, അവർക്ക് നിയന്ത്രണം കൊടുക്കും. ആ ഡ്യൂട്ടി ടീച്ചേഴ്സിൽ എത്ര പേര് കുട്ടികളെ നിയന്ത്രിക്കുന്നുണ്ട്? എന്റെ ഡ്യൂട്ടി ദിവസം ഞാൻ ചെയ്യുന്നത് ഈ മുഴുവൻ കുട്ടികളെ ഒരു ക്ലാസ്സിലേക്ക് ഇരുത്തലാണ്. അപ്പം ഒരു ക്ലാസ്സിലേക്ക് കുട്ടിയെ വരുന്ന കുട്ടികളെ മുഴുവൻ കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കും ആ ക്ലാസ് റൂം. അങ്ങനെ ഒരു ക്ലാസ് റൂമിൽ ഇരുത്തും. അതുപോലെ പുറത്ത് കുട്ടികൾ, അപ്പം കുറച്ച് നമ്മളുടെ സപ്പോർട്ട് വേണ്ടാത്ത കുട്ടികൾ, അപ്പൊ അവർക്ക് ഒരു എക്സാം ഉണ്ട്, അപ്പൊ അവർ പഠിക്കണം എന്നുള്ളൊരു ആവശ്യമുള്ള കുട്ടികളെ നമ്മൾ പുറത്ത് ഇരുത്താറുണ്ട്. അങ്ങനെ ഇരുത്തുന്ന കുട്ടികളെ ഇതും കൂടി ഏൽപ്പിക്കുക. ആരെങ്കിലും വരുന്നെങ്കിൽ പറയണേ, ടീച്ചർ ഇവിടെ ഉണ്ട്, ഇങ്ങോട്ടേക്ക് വരാൻ പറയണമെന്ന് പറയാം. അത് എന്റെ കടമയാണ്. ഒരു കുട്ടി നമ്മുടെ കണ്ണ് വെട്ടിച്ച് പോയി, അവൻ എന്ത് ഒപ്പിച്ചാലും അതെന്റെ ഉത്തരവാദിത്വമാണ്. അപ്പൊ ഇങ്ങനെ അകത്ത് കയറി ഇരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ അവർക്ക് പുതിയ കാര്യങ്ങൾ, കോമൺ ആയിട്ട് അറിയേണ്ട ബേസിക്സ്, ഗ്രാമറിന്റെ ബേസിക്, ക്ലാസ്സിൽ യൂസ് ചെയ്യുന്നതിന്റെ ഇംഗ്ലീഷ് ടേംസുകൾ, പിന്നെ കുട്ടികളുടെ പൊതു സ്വഭാവങ്ങൾ, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ദിവസങ്ങളിൽ നമ്മുടെ ക്ലാസ് ഇച്ചിരി കൂടി നേരത്തെ സ്റ്റാർട്ട് ചെയ്യും, നമ്മളുടെ വർക്കിംഗ് അവേഴ്സ് കുറച്ചുകൂടി നേരത്തെ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ആ കുട്ടികളുമായിട്ട് സംബന്ധിച്ച് അവിടെ ഇരിക്കുമ്പോൾ അപകടത്തിനുള്ള സാധ്യത കുറയും. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ രാവിലെ ഗ്രൗണ്ടിലേക്ക് പോകാം, അവർ കളിക്കാൻ നമ്മൾ PT കൊടുക്കുന്നുണ്ട്, ഫ്രീ പീരീഡ് നമ്മൾ ഇന്റർവെല്ലും കൊടുക്കുന്നുണ്ട്. രാവിലെ വന്ന് അവർ പിന്നെ ഗ്രൗണ്ടിൽ മറിഞ്ഞ് മുഷിഞ്ഞ് വിയർത്ത് ക്ലാസ്സിലേക്ക് കയറുമ്പോൾ അവരുടെ എനർജി ഡൗൺ ആവാൻ ഒരു സാധ്യതയുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ എന്റെ തെറ്റായ ചിന്തയാവാൻ അറിയില്ല. അപ്പൊ അവര് നല്ല ഫ്രഷ് ആയിട്ട് എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ആ എനർജിയോടുകൂടി ക്ലാസ്സിൽ കയറുന്നതായിരിക്കും നല്ലത്. പിന്നെ ഫിസിക്കലി ആക്റ്റീവ് ആകേണ്ടത് നമ്മൾ ഈ ഉറങ്ങിയിരിക്കുന്ന ഒരു സമയത്ത് നമ്മളൊന്ന് ഓടിക്കളിച്ച് ഉഷാറായിട്ട് വന്നിട്ട് വീണ്ടും ക്ലാസ്സിൽ കയറുന്നതൊക്കെ ഓക്കെ. അപ്പൊ ഈ ഡ്യൂട്ടി ഉണ്ടായിരുന്ന അധ്യാപകർ എവിടെ പോയി എന്നുള്ളത് ഒരു ചോദ്യമാണ്. ആ ഷെഡൊക്കെ കാണത്തക്ക രീതി, ആ ഷെഡിന്റെ അവസ്ഥ ഇതാണെന്ന് അറിയില്ലേ? അപ്പൊ എല്ലാ കുട്ടികളെയും 1-2 ക്ലാസ്സുകളിലാക്കി നമുക്ക് മുഴുവൻ കുട്ടികളെ അടുക്കി ഇരുത്താം. പിന്നെ അതുപോലെ അല്ലെങ്കിൽ ഈ നിയന്ത്രിക്കാൻ കഴിവുള്ള കുട്ടികളെ, SPC ഉണ്ടല്ലോ, ഹൈസ്കൂൾ അല്ലായിരുന്നു, SPC അല്ലെങ്കിൽ NCC ഇല്ലായിരുന്നു, ഗൈഡൻസ് അവിടെ പോയി ആ കുട്ടികൾക്ക് ക്ലാസ് ചുമതല കൊടുത്തുകൂടായിരുന്നു?
നമ്മളെ കൊണ്ട് എത്താത്തിടത്ത് നമ്മൾ ആ ചുമതലയുള്ള കുഞ്ഞുങ്ങളെ കൂടി ഏൽപ്പിക്കണമായിരുന്നു. ഞാനൊക്കെ ഫ്ലോർ ഡ്യൂട്ടി ചെയ്യുന്ന വലിയ സ്കൂളിൽ ചെയ്യുന്ന സമയത്ത് SPC കുട്ടികൾ വരുമ്പോൾ ആ കുട്ടികളെ ഞാൻ ഏൽപ്പിക്കുമായിരുന്നു. ഓരോ ഇടത്തായിട്ട്, കാര്യം അത്ര പ്രശ്നം കാണിക്കാൻ സാധ്യതയുള്ള സ്കൂളുകളാണ്. ടോയ്ലറ്റിന്റെ അവിടെ, നമ്മളുടെ ഓരോ ഫ്ലോറിൽ ടീച്ചറിനെ കണ്ടെത്താൻ സാധ്യതയില്ലാത്തടുത്ത് അവരെ അനുസരിക്കണമെന്ന് നമ്മൾ പഠിപ്പിക്കണം. അപ്പോൾ ആ കുട്ടികൾ മറ്റുള്ള കുട്ടികൾക്കും കേഡറ്റ് ആവാനുള്ള ആഗ്രഹം ഉണ്ടാവും. കേഡറ്റ്സിന് പ്രത്യേകം ട്രെയിനിങ് കൊടുക്കണം എങ്ങനെ ബിഹേവിയർ ഉണ്ടാവണമെന്ന്. അവരെ നമുക്കൊരു സഹായത്തിന് അധ്യാപകരുടെ പങ്കാളികളെ പോലെ നമ്മൾ ട്രീറ്റ് ചെയ്ത് ആ കുഞ്ഞുങ്ങളെ കൂടെ ഉപയോഗിച്ചുകൂടായിരുന്നു. എത്ര കഴിവുള്ള കുട്ടിയാണെങ്കിൽ അവന്റെ സഹായ മനസ്സുകൊണ്ടാണ് അവൻ ചെന്ന് കയറിയത്. കുട്ടികൾക്ക് അത്രയുള്ള വിവേകമേ ഉള്ളൂ. നമ്മളത് തെറ്റ് കാണിക്കുമ്പോൾ അമ്മമാരടിക്കുന്ന പോലെ നമ്മൾ അടിയും കൊടുത്ത് തിരുത്തും. പക്ഷെ ഇവിടെ തിരുത്താനൊരു അവസരം കിട്ടിയില്ല. ആ ലൈൻ കമ്പി ഇങ്ങനെ ഞാൻ കിടക്കുന്ന ലൈൻ കമ്പി നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുവോ? ഇത് നമ്മൾ അത്രയും സൂക്ഷ്മമായി ചിന്തിക്കണ്ടേ? ഇന്നിപ്പോ സ്ട്രൈക്ക് നടത്താൻ പാർട്ടിക്കാർ വന്നല്ലോ, ഇവരെന്തുകൊണ്ട് ഇതിനു മുമ്പ് ഈ എല്ലാ പാർട്ടിക്കാരും എന്തുകൊണ്ട് നടത്തിയില്ല? ഇതിനു മുമ്പ് സ്ട്രൈക്ക് നടത്തിയില്ല? സ്കൂളിനെതിരെയും മാനേജ്മെന്റിനെതിരെയും KCBക്കെതിരെയൊക്കെ നടത്തായിരുന്നല്ലോ. ഇപ്പൊ ആരോടാണ് ചെയ്യുന്നത്? അപ്പൊ അത് എനിക്ക് ഈ സാറ് പറഞ്ഞതിൽ പല കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമ്മൾ ആ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ നമുക്ക് ഇതെല്ലാം പറ്റുമോ എന്ന് നമുക്ക് പറയാം. നമ്മളും ഇങ്ങനെ ഒരു പ്രതിസ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് വേണം ഓരോ ചോറും വെക്കാനായിട്ട്, ശ്രദ്ധിക്കാനായിട്ട്. ടോയ്ലറ്റ് ആരും ശ്രദ്ധിക്കാത്തൊരു ഏരിയ, സ്കൂളിൽ ടോയ്ലറ്റ് കേന്ദ്രീകരിച്ചാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം വരുന്നത്. മറ്റ് എല്ലാ പ്രശ്നങ്ങളും നടക്കുന്നത് ടോയ്ലറ്റ് കേന്ദ്രീകരിച്ച്. അത് അറിയാത്തവരൊന്നും അല്ല അധ്യാപകർ. അങ്ങോട്ടേക്ക് ചെല്ലില്ല എന്നൊരു ധാരണ. ഇടയ്ക്കൊന്ന് പോയി നോക്ക്. ഇടയ്ക്ക് കുട്ടികൾ പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ ആരെങ്കിലും ഒക്കെ ഒന്ന് ചെന്ന് നോക്കുമ്പോൾ ആ പ്രശ്നം മാറും. ഞാൻ എൻ്റെ പിള്ളേരെ കൊണ്ട് വരിയായിട്ട് ബോയ്സിന്റെ ടോയ്ലറ്റിന്റെ വെളി വരെ പോയിട്ടുണ്ട്. പിന്നെ അവരെ അടി ഉണ്ടാക്കും എന്നുള്ളത് ധാരണ ഉള്ളത് കൊണ്ട് ഈ കുട്ടികളെയും കൊണ്ട് ടോയ്ലറ്റിൽ പോയി അവരെ അതുപോലെ കൊണ്ടുവന്ന് തിരിച്ച് വരിയായിട്ട് ഞാൻ എൻ്റെ ക്ലാസ്സിൽ കയറ്റിയിട്ടുണ്ട്. അത് എന്നെ ഏൽപ്പിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അവര് ചില പ്രദേശങ്ങളുടെ പ്രത്യേകതയാകാം, ചില നാടിന്റെ ആകാം. കുട്ടികൾ ആ ഒരു സ്വഭാവമുള്ള ഒരുപാട് കുട്ടികളുണ്ട്. എന്തിനും അടിക്കുക. അങ്ങനെയുള്ളവരെ നമുക്ക് അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും. കൂടെ നടക്കുക. സാറ് പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ പൂർണ്ണമായിട്ട് യോജിച്ചിരിക്കുന്നത്, ശമ്പളം തന്നിരിക്കുന്നത് വെറുതെ ഇരുന്ന് വാങ്ങാനല്ല. അത്രയും ഇത് വെറും ഒരു ജോലിയായിട്ട് കാണുന്നവർ വരാതിരിക്കട്ടെ. അതേ ഉള്ളൂ പറയാൻ. ഞാനത് പാർട്ടിപരമായിട്ടും അങ്ങനെയൊന്നും പറഞ്ഞതല്ല. അതിലും ചില വസ്തുതകളുണ്ട്. അത് നമ്മള് ചിന്തിക്കണം. എന്തിനാ അങ്ങനെ പറഞ്ഞല്ലേ ആദ്യം ടീച്ചർ ആദ്യം ചിന്തിച്ചേ? ഇപ്പൊ മാറിയോ? അല്ല, ഞാന് മന്ത്രി പറഞ്ഞു യോജിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇന്റർവ്യൂ ബോർഡിൽ പറയുമ്പോൾ നമ്മളൊരു അധ്യാപകരാണ്, അപ്പൊ അധ്യാപകരെ കുറ്റം പറയുന്നുണ്ടോ എന്നൊരു ചിന്താഗതി പറയാവോ എന്ന് ചോദിച്ചതാ ടീച്ചറുടെ. പറയാം, ഉറപ്പായും പറയാം. നമ്മൾ വിമർശനാത്മകമായി ചിന്തിക്കണമെന്നാണ് പഠിച്ചിട്ടുള്ളതും പഠിപ്പിക്കുന്നതും. അപ്പൊ നമ്മുടെ സിസ്റ്റത്തിന്റെ പോരായ്മ നമ്മളാണ് കാണിക്കേണ്ടത്. പക്ഷെ രാഷ്ട്രീയപരമായിട്ട് വലിയ രീതിയിൽ ആരെയും ആക്രമിക്കാൻ നിൽക്കുന്ന മറുപടി പറയാതിരിക്കുക, സത്യസന്ധമായി മറുപടി പറയുക. ഇത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ശരി, ഇത് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ ഓക്കെ, ലെഫ്റ്റ് ആയിക്കോട്ടോ. ഓക്കെ ടീച്ചർ, താങ്ക് യു.